स्मेरवदनं बालकृष्णं नमाम्यहं। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। नारायणं पद्मभुवं वसिष्ठं शक्तिं च तत्पुत्रपराशरं च व्यासं शुकं गौडपदं महान्तं गोविन्दयोगीन्द्रमथास्य शिष्यं श्रीशङ्कराचार्यमथास्य पद्मपादं च हस्तामलकं च शिष्यं तं दोडकं वार्तिककारमन्यान् अस्मद्गुरून् सन्ततमानतोऽस्मि. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്കിന്ന് വായിക്കാനുള്ളത് 7-ാം അധ്യായത്തിലെ 5-ാമത്തെ പദ്യം മുതലാണ്. തിന്നിത്തിമിരിൽ വിടം പിടിത്ത് തീർന്ന് വിടും പൊന്നൈ നിനയ്ക്ക പൊറാത് കാൺ പിന്നെ മരുന്താല് മന്ദിരത്തിനാലും തവിര പെരും പാവം പെണ്ണിർ പെരുത്. മനുഷ്യന്റെ മനസ്സിനെ മഥിക്കുന്ന 3 തരം ആശകളുണ്ട്. മണ്ണാശ, പെണ്ണാശ, പൊന്നാശ. മണ്ണെന്ന് പറഞ്ഞാൽ സ്ഥാവര സ്വത്തുക്കൾ, നിലംപുരയിടം, റിയൽ എസ്റ്റേറ്റ്, വീട്. അതിൽ മനുഷ്യനൊരു ആഗ്രഹമുണ്ട്, പരമാവധി ഭൂമി വാങ്ങിച്ചു കൂട്ടണം, അതിൻ്റെ അധിപനായിട്ട് കഴിയണം, തൻ്റെ കാലശേഷം മക്കൾക്ക് വീതിച്ചു കൊടുക്കണം. അപ്പം മണ്ണിനോട് ആശയുണ്ട്. മണ്ണെന്ന് പറഞ്ഞാൽ ഭൂമി എന്നർത്ഥം. പിന്നെ സ്ത്രീകളിലുള്ള മോഹം, പെണ്ണാശ. 3ാമത്തത് പൊന്നാശ, സ്വർണത്തോടുള്ള മോഹം അഥവാ ധനത്തോടുള്ള അതിര് കടന്ന ആർത്തി. ഇവിടെ ആശ എന്ന് പറഞ്ഞാൽ അമിതമായ ആഗ്രഹം എന്നാണ് അർത്ഥം. ന്യായമായിട്ടുള്ള ആഗ്രഹം എല്ലാവരിലും ഉണ്ടാവും, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതുമല്ല. അളവ് കടന്ന ആർത്തിയോ അത്യാർത്തിയോ, ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിന് അടിമയായിട്ടാണ് മനുഷ്യൻ പാപങ്ങൾ ചെയ്യുന്നത്. മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിക്കുന്നത് ഈ 3 ആശകളിൽ ഏതെങ്കിലും ഒന്നോ ഒന്നിൽ കൂടുതലോ ആയിരിക്കും. ഇവിടെ സാധാരണ നമ്മൾ പറയുന്നത് പെണ്ണാശയാണ് ഏറ്റവും ശക്തമായത്, അതിൻ്റെ മുമ്പിൽ മറ്റ് 2 ആശകളും ഒന്നുമല്ല എന്ന് നമ്മൾ പറയും. പക്ഷേ ഈ ഗ്രന്ഥകാരൻ്റെ അഭിപ്രായത്തിൽ, കണ്ണുടയ വള്ളലാർ സ്വാമികളുടെ അഭിപ്രായത്തിൽ പൊന്നാശയാണ് ഏറ്റവും ശക്തമെന്ന്. പണത്തോട്, സ്വർണത്തോട്, ധനത്തിനോടുള്ള അത്യാർത്തി. തിന്നിത്തിമിരിൽ വിടം, തിമിരിൽ വിടം, തിന്നിൽ വിടം വിഷം. വിഷത്തെ അഹങ്കാരം മൂത്ത് ഭക്ഷിച്ചാൽ, തിമിറ് എന്ന് തമിഴിൽ പറഞ്ഞാൽ അഹങ്കാരം, ഹുങ്ക്, തലക്കനം എന്നൊക്കെയാണ് തിമിറ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഒന്നുകിൽ നമുക്കിവിടെ അഹങ്കാരം മൂത്ത് വിടം തിന്നിൽ, വിഷത്തെ ഭക്ഷിച്ചാൽ. വേറൊരർത്ഥം എന്താ? തിമിർ എന്നുള്ളതിന് ബുദ്ധിസ്ഥിരത ഇല്ലാത്ത അവസ്ഥ. മോഹം കാരണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താലോ ആ ചിന്താശക്തി നഷ്ടപ്പെട്ട് ബുദ്ധി വേണ്ടവണ്ണം പ്രവർത്തിക്കാതെയാവും. ഡെലീറിയം. പനിയൊക്കെ വരുമ്പോൾ ആൾക്കാർ പിച്ചും പേയും പറയാറില്ലേ? പനി അങ്ങോട്ട് മൂർച്ഛിച്ചാൽ സംബന്ധമില്ലാതെ അസംബന്ധങ്ങളൊക്കെ വിളിച്ചു പറയും. ഇതുപോലെ അമിതമായ മധുരം കഴിച്ചാലും തലയ്ക്ക് പിടിക്കുന്നു. ഒരുപാട് മധുര പലഹാരങ്ങൾ, പായസമൊക്കെ ഒരുപാടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു മയക്കം പോലെ വരും, അല്ലാതെ തലയ്ക്ക് അസുഖവും വരും അമിതമായി മധുര പലഹാരങ്ങൾ കഴിക്കുന്നത്. അപ്പൊ പല കാരണങ്ങൾ കൊണ്ട് മനുഷ്യന്റെ ബുദ്ധിക്ക് സ്ഥിരതയില്ലാതെയാവാം. അപ്പൊ എങ്ങനെ എടുത്താലും അഹങ്കാരം മൂത്ത് വിഷം കഴിച്ചാലും അല്ലെങ്കിൽ ബുദ്ധിസ്ഥിരത ഇല്ലാത്ത ഒരവസ്ഥയിൽ വിഷം കഴിച്ചാലും, വിടം തിമിരിൽ തിന്നിൽ ഭക്ഷിച്ചാൽ പിടിത്ത് തീർന്നു വിടും. കഴിച്ചവനെ ആ വിഷം ബാധിച്ചിട്ട് അതിന്റെ സ്വാധീനത്തെ വിഷം ഉപേക്ഷിക്കും. എപ്പോഴും അങ്ങനെയാണല്ലോ. ഒരു പാമ്പ് കടിച്ചാലോ അല്ലെങ്കിൽ വിഷം കഴിച്ചാലോ ആ വിഷം ശരീരം മുഴുവൻ വ്യാപിക്കും.
വ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വിഷത്തിന്റെ സ്വാധീനമില്ല. പക്ഷെ അതിനകത്ത് ആള് മരിച്ചു പോകുന്നുള്ളത് ശരി, ആ വിഷം കയറിയതുപോലെ ഇറങ്ങുകയും ചെയ്യും. അതിന്റെ സ്വാധീനം, അതായത് ആ വിഷത്തിന്റെ പ്രഭാവം ശരീരത്തിൽ വ്യാപിക്കുന്നതോടുകൂടി ഇല്ലാതെയാവും. ഇതാണ് സാധാരണ കണ്ടുവരുന്നത്. പിടിത്ത് തീർന്നു വിടും. ആ വിഷത്തിന്റെ സ്വാധീനം ഭക്ഷിച്ചവനിൽ നിന്ന് അകന്നു പോകും. പൊന്നൈ നിനയ്ക്ക് പൊറാത് കാൺ. പക്ഷെ ഈ സ്വർണം, ധനം, പണം, കാശ്, മണി, ക്യാഷ്, തുട്ട്, ചക്രം ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ. എന്ത് പേര് പറഞ്ഞാലും ശരി, ഈ പൈസയിലുള്ള കൊതി, പണത്തിലുള്ള ആർത്തി, അതിനെയാണ് ഇവിടെ പൊന്നിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത്. ആ പൊന്നൈ നിനയ്ക്ക്, ആ സ്വർണത്തെ വിചാരിച്ചാൽ തന്നെ ആ സ്വർണത്തിന്റെ വിഷം ബുദ്ധിയിൽ വ്യാപിക്കും, മനസ്സിൽ വ്യാപിക്കുന്നു. വിഷം പോലെയാണ് ഈ മൂന്നും, മൺ, പെൺ, പൊൻ. ആ ആഗ്രഹം മനുഷ്യ മനസ്സിനെ വല്ലാതെ ഉലച്ചു കളയും, വല്ലാതെ ബാധിക്കും. അവന്റെ സ്വബോധം നഷ്ടപ്പെടുത്തും. അവൻ എന്താണ് ചെയ്യുന്നത്, എന്താണ് പറയുന്നത് എന്നറിയാൻ പറ്റാതെ അകൃത്യങ്ങൾ പലതും അവൻ ചെയ്തു പോകും, ഈ ആഗ്രഹങ്ങൾക്ക് വിധേയനായിട്ട്. പൊന്നൈ നിനയ്ക്ക്, വിചാരിച്ചാൽ മതി എന്നാണ് സ്വർണത്തെ. വിഷത്തെ കഴിച്ചാലേ ഉള്ളു ദോഷം. വിഷത്തെ ചിന്തിച്ചാലോ വിഷത്തെ തൊട്ടാലോ വിഷബാധ ഉണ്ടാവില്ല. പക്ഷെ സ്വർണം അങ്ങനെയല്ല. അതിനെ വിചാരിച്ചാൽ തന്നെ പൊന്നൈ നിനയ്ക്ക് പൊറാത് കാൺ, അത് പൊറുക്കില്ല എന്ന് പറഞ്ഞാൽ ആ വിഷത്തിന്, പൊന്നുകൊണ്ട് മനസ്സിനുണ്ടാകുന്ന, ബുദ്ധിക്കുണ്ടാകുന്ന വിഷബാധയ്ക്ക് ശമനമുണ്ടാവില്ല. അത് വല്ലാതെ മനുഷ്യനെ ബാധിക്കും. അരുതാത്തത് പലതും അവൻ ചെയ്തു പോകും. പൊറാത് എന്ന് പറഞ്ഞാൽ ശമിക്കുകയില്ല. പൊറുക്കുക എന്നുള്ളത് നമ്മൾ ക്ഷമിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് മലയാളത്തിൽ എന്നോട് പൊറുക്കണേ എന്നൊക്കെ പറയുന്നത്. രോഗം പൊറുക്കുക എന്നും പറയാറുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. രോഗം പൊറുക്കുക, വാശിയാവുക, വാശി പിടിക്കുകയില്ല, വാശിയാവുക, രോഗം ഉപശമിക്കുക എന്നുള്ള അർത്ഥത്തിൽ. അപ്പോ പൊന്നൈ നിനയ്ക്ക പൊറാത് കാൺ, നോക്കൂ, മനുഷ്യരെ മനസ്സിലാക്കിക്കൊള്ളൂ. ഈ ധനത്തിലുള്ള ആഗ്രഹം അത് സാധാരണ വിഷത്തെക്കാളും ഭീകരമാണ്. അതിന്റെ സ്വാധീനം, അതിനെ ചിന്തിച്ചാൽ തന്നെ മനസ്സ് കലുഷിതമാകും, വിഷബാധ ഏറ്റതുപോലെയാകും. പിന്നെ, പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ സ്വർണത്തെ വിചാരിച്ചതിന്, ആ സ്വർണത്തെക്കുറിച്ചുള്ള ചിന്ത വന്നതിന് ശേഷം ആ സ്വർണത്തിലുള്ള ആഗ്രഹം, ആ വിഷം ശരീരത്തിൽ ബാധിച്ചു കഴിഞ്ഞാൽ മരുന്നാലും മന്ദിരത്താലും തവിര. സാധാരണ ഈ വിഷം ഇറക്കുന്നത് എങ്ങനെയാ? ഒന്നുകിലും മരുന്ന് കൊടുക്കും, അല്ലെങ്കിൽ മന്ത്രം കൊണ്ടും വിഷമിറക്കും. വിഷവൈദ്യന്മാർ എന്നൊക്കെ ഉണ്ട് പണ്ട്. സർപ്പദംശം ഏറ്റു കഴിഞ്ഞാൽ ഈ വിഷവൈദ്യന്മാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ വിഷം ഇറക്കും. മന്ത്രിച്ചിറക്കുന്ന കൂട്ടരുണ്ട്, അല്ലാതെ മറ്റു മാർഗങ്ങളിലൂടെ വിഷത്തെ ഇറക്കുന്നവരുണ്ട്. ഈ സ്വർണത്തിലുള്ള ആഗ്രഹമാകുന്ന വിഷം മനസ്സിനെ തീണ്ടിക്കഴിഞ്ഞാൽ, ബാധിച്ചാൽ മരുന്നാലും മന്ദിരത്താലും തവിര, മരുന്ന് കൊണ്ടും മന്ത്രം കൊണ്ടും അത് ശമിക്കില്ല. ഒരു രീതിയിലും ആ വിഷത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കുകയില്ല. പെരും പാപം, മഹാപാപമാണത്. സ്വർണത്തിലുള്ള കൊതി, ധനത്തിലുള്ള ആർത്തി പെരും പാപം, വലിയ പാപമാണ് അത്. അങ്ങേയറ്റത്തെ തിന്മയാണ്. പെണ്ണിർ പെരിത്, പെണ്ണാശയെക്കാളും തീവ്രമോ കൂടുതൽ നാശകമോ ആണ് പൊന്നാശ. നമ്മുടെ വിഷയം എന്താ? സന്യാസം. സന്യാസം എന്ന് പറഞ്ഞാൽ എന്താ? കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദുഹു. ശ്രീകൃഷ്ണന്റെ നിർവചനമാണ് സന്യാസത്തെ കുറിച്ച്. കാമ്യകർമ്മങ്ങളെ ത്യജിക്കുന്നതാണ് സന്യാസം. എല്ലാ കർമ്മങ്ങളെയും വിടുക എന്നല്ല, ഏതിലാണോ നമ്മുടെ മനസ്സ് അമിതമായി ആസക്തമായിരിക്കുന്നത് അതിനെ വിടുന്നതാണ് ശരിക്കുള്ള സന്യാസം. അപ്പൊ ഓരോ വ്യക്തിയും സ്വയം പരിശോധിച്ച് നോക്കണം, എനിക്ക് ഏതിലാണ് സംഘമുള്ളത്, ഏതിലാണ് ആർത്തി ഉള്ളത്, ഏതിനെ കൂടാതെ എനിക്ക് ജീവിതമില്ല എന്ന് ഞാൻ കരുതുന്നു, അതിലുള്ള ആഗ്രഹത്തെ ഉപേക്ഷിക്കും. കാമ്യകർമ്മങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ മനസ്സിൽ കോളിളക്കം സൃഷ്ടിക്കുന്ന വസ്തുക്കളെ ഉള്ളിൽ നിന്ന് കളയുന്നതാണ്, അല്ലെങ്കിൽ ആ വസ്തുക്കളിലുള്ള സംഘത്തെ ഉപേക്ഷിക്കുന്നതാണ് സന്യാസം. അപ്പൊ അതിൽ ഓരോന്നായിട്ട് പറയണമല്ലോ. ഇവിടെ പറയുന്നത് ആ പൊന്നാശയെ കുറിച്ചാണ്. സ്ത്രീകളിലുള്ള ആഗ്രഹത്തെക്കാളും വലുതാണ് പൊന്നിലുള്ള ആഗ്രഹം. അത് കൊടിയ വിഷമാണ്. സാധാരണ വിഷത്തെ തൊടുകയോ വിഴുങ്ങുകയോ ചെയ്താൽ
തൊടുകയോ കാണുകയോ ഒന്നും ചെയ്താൽ വിഷമേൽക്കില്ല, വിഴുങ്ങിയാലേ വിഷമേൽക്കൂ. പക്ഷെ ചില കാര്യങ്ങളുണ്ട്, അത് ഭാവന ചെയ്താൽ തന്നെ, ഉള്ളിൽ അതിനെക്കുറിച്ചുള്ള ചിന്ത വന്നാൽ തന്നെ മനസ്സ് അശുദ്ധമായി തീരും. വാസ്തവത്തിൽ വിഷം എന്ന് പറഞ്ഞാൽ എന്താ? വിഷയമാണ് വിഷം. ന വിഷം വിഷമിത്യാഹു വിഷയം വിഷമുച്യതേ. ശരിക്കുള്ള വിഷമുണ്ടല്ലോ, പലതരത്തിലുണ്ടല്ലോ വിഷങ്ങൾ. ആ വിഷമൊന്നും ശരിക്കുള്ള വിഷമല്ല. ഈ ബാഹ്യ വിഷയങ്ങളുണ്ടല്ലോ, ഇന്ദ്രിയങ്ങൾ രമിക്കുന്ന വിഷയഭോഗങ്ങൾ, സുഖഭോഗങ്ങൾ, അതാണ് ശരിക്കുള്ള വിഷം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, സാധാരണ ഒരാൾക്ക് വിഷമേൽക്കുന്നത് എപ്പോഴാണ്? സർപ്പം പോലെയുള്ള ജീവികൾ അയാളെ കടിച്ചാലോ അല്ലെങ്കിൽ അയാൾ സ്വയം വിഷം കഴിച്ചാലോ ആണ് വിഷമേൽക്കുക. ഈ വിഷയങ്ങളുണ്ടല്ലോ, ചിന്തിച്ചാൽ തന്നെ ഉള്ളിൽ വിഷം വ്യാപിക്കുന്ന. ചിന്തിച്ചാൽ മതി. 5 ഇന്ദ്രിയങ്ങളാണ് മനുഷ്യന്: കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്. ഈ 5 ഇന്ദ്രിയങ്ങൾക്ക് രസം പകരുന്നതാണ് നമുക്ക് ചുറ്റുമുള്ള വിഷയങ്ങൾ. ആ വിഷയങ്ങളെ കുറിച്ചുള്ള സ്മരണ തന്നെ ഉള്ളില് വിഷം പോലെ നിറയും. നമ്മെ സത്യത്തിൽ നിന്ന് അകറ്റിക്കളയും. പരമാത്മാവിൽ നിന്ന് നമ്മെ ദൂരെ കൊണ്ടുപോയി കളയും. നമുക്ക് ഈ പരമാത്മാവിനോട് അടുക്കാൻ പറ്റാത്ത രീതിയിൽ വിഷം പോലെയുള്ള വിഷയങ്ങൾ മനുഷ്യബുദ്ധിയെ അവയിലേക്ക് ആകർഷിക്കും. അതുകൊണ്ട് ഈ പൊന്നിലുള്ള ആഗ്രഹത്തെ ഉപേക്ഷിക്കുക തന്നെ വേണം. അത് പെണ്ണാശയെക്കാളും സ്ത്രീകളിലുള്ള മോഹങ്ങളെക്കാളും കൊടിയതാണ്, ഭീകരമാണ്. അതിന്റെ സ്വാധീനം അത്ര കണ്ട് വലുതാണ്. അറിവുകേട് കൊണ്ട് ചാകാൻ വേണ്ടി ഒരുപക്ഷെ വിഷം ഭക്ഷിച്ചു പോയാലും ആ വിഷം മരുന്നോ മന്ത്രമോ കൊണ്ട് പരിഹരിച്ച് ഒരുവന് രക്ഷപ്പെടാം. എന്നാൽ ഒരുവന്റെ പൊന്നാശ ഈ വിഷഭുക്തിയേക്കാൾ അപകടകരമാണ്. വിഷഭുക്തി എന്ന് പറഞ്ഞാൽ വിഷത്തെ ഭുജിക്കുക, വിഷം കഴിക്കുക. അതിനേക്കാളും അപകടകരമാണ്. പൊന്നിനെ പറ്റി ചിന്തിക്കുന്നത് പോലും പാടില്ലാത്തതാണ്. പൊന്നാശ കൊണ്ട് ഉണ്ടാകാവുന്ന ദുരിതം ഔഷധങ്ങളോ മന്ത്രപ്രയോഗങ്ങളോ കൊണ്ട് നീക്കാവുന്നവയും അല്ല. മനുഷ്യ മനസ്സില് ധനത്തോട് അത്യാർത്തി തോന്നിക്കഴിഞ്ഞാൽ ആ ആർത്തിയെ ഇല്ലാതാക്കാനുള്ള മരുന്നുമില്ല, മന്ത്രവുമില്ല. അതിന്റെ സ്വാധീനം വളരെ വലുതാണ് എന്നാണ് പറയുന്നത്. അത് പെണ്ണാശയെക്കാളും കടുപ്പമാകുന്നു. ആകയാൽ ധനതൃഷ്ണ ഏറ്റവും ആപത്കരമെന്നും അത് ഒഴിച്ചാലല്ലാതെ ഒരുത്തനും ജ്ഞാനമാർഗത്തിൽ പുരോഗമനം ഉണ്ടാവുന്നതല്ലെന്നും ഈ പദ്യം അറിയിക്കുന്നു. അടുത്ത പദ്യത്തിലേക്ക് കിടക്കാം. ശെൽവമിളമയുടമ്പു പേയ്ത്തേരണ്ട് ചൊല്ലുവതൻ കാണാരോ ചുട്ടത് പോയി ഒല്ലൈ വിടുവോർ പിറപ്പിറപ്പിൻ മീളാർ കൺ മീണ്ടാൽ തൊടുമോ ശിവനൈ തൊടാ. ഏതിലൊക്കെയാണ് മനുഷ്യന് അഭിമാനം, അഹങ്കാരം എന്ന് ചോദിച്ചാൽ ശെൽവം, ഇളമൈ, ഉടമ്പ്, ഇവയിലൊക്കെ. ശെൽവം എന്ന് പറഞ്ഞാൽ ധനം, സമൃദ്ധി, ഐശ്വര്യം. ഇളമൈ യൗവനം, ചെറുപ്പം. ആ യൗവനകാലത്താണ് മനുഷ്യന്റെ അഹങ്കാരം അതിന്റെ പാരമ്യതയിൽ നിൽക്കുന്നത്. ആര് പറഞ്ഞാലും കേൾക്കില്ല. എന്നെ ഉപദേശിക്കാൻ നിങ്ങളാരാന്ന് ചോദിക്കുന്ന പ്രായമാണ്. ഞാനെന്താ കൊച്ചുകുട്ടിയാണോ? എനിക്ക് ലോകകാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവില്ലേ? ഇയാളാരാ എന്നെ ഉപദേശിക്കാൻ? അഹങ്കാരം കൊണ്ട് അന്ധനായി തീരുന്ന പ്രായമാണ് യൗവനം. അപ്പൊ ആ ഇളമൈ, യൗവനത്തിൽ നമുക്ക് അഭിമാനം തോന്നാം, അതുപോലെ ധനത്തിൽ തോന്നാം. ഉടമ്പ്, ശരീരത്തിലുള്ള ആരോഗ്യം അല്ലെങ്കിൽ ശരീര അവയവങ്ങളുടെ ഘടന. കയ്യൊക്കെ ഇങ്ങനെ കാണിക്കാറില്ലേ? മസിൽസ്, ബോഡി ബിൽഡിംഗ്, 6 പാക്ക്, ഇതൊക്കെയാണ്. അതായത് 6 മടക്ക്, 6 പാക്ക് വേണം. ഇതൊക്കെയാണ് ആരോഗ്യം. ഉടമ്പ്, ആ ശരീരത്തിലുള്ള അഭിമാനം, ശരീര സൗഷ്ഠവം, ശാരീരിക സൗന്ദര്യം, ശാരീരിക ആരോഗ്യം, മാംസപേശികളുടെ ദൃഢത, ഇതൊക്കെയാണ് ഉടമ്പ് എന്നുള്ളതിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത്. ഇവയെല്ലാം ഇതിലൊക്കെ മനുഷ്യൻ അഭിമാനിക്കുന്നുണ്ടെങ്കിലും പേയ് തേർ എൻ്റെ. പേയ് തേർ എന്ന് പറഞ്ഞാൽ അവിടെ പേയ് തേര് എന്നൊന്നും അർത്ഥം എടുക്കണ്ട. ഒറ്റ വാക്കാണ്. പേയ് തേർ എന്ന് പറഞ്ഞാൽ കാനൽ ജലം എന്നർത്ഥം. മരുഭൂമിയിൽ കാണുന്ന കാനൽ ജലത്തെയാണ് തമിഴില് പേയ് തേർ എന്ന് പറയുന്നത്. 2 വാക്കിനും പ്രത്യേകം. പേയ് എന്ന് പറഞ്ഞാൽ ഭൂതം, പ്രേതം എന്നൊക്കെയാണ് അർത്ഥം. തേർ എന്ന് പറഞ്ഞാൽ തേരെന്നാണ്. പക്ഷെ ഇത് രണ്ടും കൂടെ ചേർത്ത് പറയുമ്പോൾ കാനൽ ജലം എന്നാണ് വ്യാഖ്യാനത്തിലൊക്കെ അർത്ഥം എഴുതി കണ്ടുവരുന്നത്. പേയ് തേർ എൻ്റെ, ഇവയൊക്കെ കാനൽ ജലമാണ് എന്ന് ചൊല്ലുവതൻ. ഇതൊക്കെ മിഥ്യയാണ്, ഭ്രമമാണ്. ഏതൊക്കെ? ധനം, യൗവനം,
ശരീര സൗഷ്ഠവം അല്ലെങ്കിൽ ശരീരകാന്തി, സൗന്ദര്യം, ഇതൊക്കെ കാനൽ ജലമാണ് എന്ന് എന്തിനു പറയണം എന്നാണ്. അല്പം അറിവുള്ളവന് ചിന്തിച്ച് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ചൊല്ലുവതൻ എന്തിനു പറയണം? ഈ ശാസ്ത്രങ്ങൾ എന്തിനാണ് ഇവയൊക്കെ മിഥ്യാന്ന് ഇത്രയേറെ വിവരിക്കുന്നത്? മനുഷ്യന്റെ ഉള്ളിൽ ഒരല്പം വിവേകമുണ്ടെങ്കിൽ ഇതൊക്കെ ക്ഷണികമാണ്, നശ്വരമാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവും ഇല്ലല്ലോ എന്നാണ്. ചൊല്ലുവതൻ കാണാരോ, ഇവർക്ക് കാണാൻ കഴിയില്ലേ? മനുഷ്യന്റെ മനസ്സ് അത്ര കണ്ട് അന്ധമാണോ? അവന്റെ അജ്ഞാനം അത്ര കണ്ട് കട്ടപിടിച്ചു പോയിരിക്കുന്നുവോ എന്നൊക്കെയാണ്. കാണാരോ, ഇത് മനസ്സിലാക്കാൻ മനുഷ്യന് കഴിവില്ലേ? അവന്റെ വിവേകം അവനെ സഹായിക്കുന്നില്ലേ? എന്തിനാണ് ഈ ശാസ്ത്രങ്ങൾ ഇതൊക്കെ മിഥ്യയാണ് എന്ന് എന്തിനു പറയണം? പറയേണ്ട ആവശ്യമില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷെ പറഞ്ഞാലും മനസ്സിലാവുന്നില്ല. അതാണ് ഏറ്റവും പരിതാപകരം. ചൊല്ലുവതൻ കാണാരോ, ചുട്ട് അത് പോയി. ചുട്ടത് പോയി. ചുട്ടുക എന്ന് പറഞ്ഞാൽ ചൂണ്ടുക എന്നാണ്. സൂചിപ്പിക്കുക, വിരൽ ചൂണ്ടുക, മറ്റുള്ളതിൽ നിന്ന് ഒന്നിനെ വേറിട്ട് കാണുക. അതാണ് ചുട്ടറിവ്, ചൂണ്ടിക്കാണിക്കുന്ന അറിവ്. കുറെ ആൾക്കാർ നിൽക്കുമ്പോൾ അതില് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളിനെ ഇങ്ങനെ വിരല് ചൂണ്ടി ദാ അയാൾ, ഇങ്ങനെയല്ലേ നമ്മൾ കാണിക്കുക. അപ്പോ ഒരു കൂട്ടത്തിനകത്ത് നിന്നും ഒന്നിനെ വേറിട്ട് കാണിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കി തരുന്ന അറിവാണ് ചുട്ടറിവ്. ഈ ചൂണ്ടിക്കാണിക്കുന്ന സ്വഭാവം എന്ന് പറഞ്ഞാൽ ഭേദജ്ഞാനം പോയി, അത് പോകണം എന്നാണ്. ഭേദജ്ഞാനം മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് പോകണം. എന്താണ് ഭേദജ്ഞാനം? വേറെ 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 എന്നുള്ള അറിവ്, അത് പോയി അദ്വൈത ജ്ഞാനം ബുദ്ധിക്ക് ഉറപ്പു വരണം. ചുട്ടറിവ് പോയി, ഭേദജ്ഞാനം നശിച്ച്. ചുട്ടറിവ് എന്നുള്ളതിന് അഹങ്കാരം, ഞാനൊരു വ്യക്തിയാണ്, ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ടവനാണ്, ആ അറിവിനെയും ഈ ചുട്ടറിവ് എന്നുള്ളതിൽ ഉൾപ്പെടുത്താം. അല്ലെങ്കിൽ പുറമേയുള്ള നാനാത്വ ദർശനം. എന്തായാലും ഇത് രണ്ടും ഉപേക്ഷിക്കപ്പെടേണ്ടതാണ്. ചുട്ടത് പോയി ഒല്ലൈ വിടുവോർ. ഒല്ലൈ വിടുവോർ എന്ന് പറഞ്ഞാൽ ലോകത്തെ ത്യജിക്കുന്നവർ, ഉപേക്ഷിക്കുന്നവർ. ഒല്ലൈ വിടുവോർ പിറപ്പിറപ്പിൻ മീളാർഗൺ. പിറപ്പിറപ്പ്, ജനനം മരണം. ഈ ജനന മരണ രൂപമായ സംസാരത്തിൽ തിരിച്ചു വരില്ല. ആര്? ഈ ഭേദജ്ഞാനത്തെ ഉള്ളിൽ നിന്ന് ത്യജിക്കുന്നവർ. ഇവിടെ പലത് കാണാത്തവർ. മൃത്യോസ്സ മൃത്യുമാപ്നോതി യൈഹ നാനേവ പശ്യതി. പല ഉപനിഷത്തുകളിലും ഒരേ വാക്യങ്ങൾ തന്നെ പ്രത്യക്ഷപ്പെടും. ചിലത് കഠോപനിഷത്തിലും ഉണ്ടാവും, ഈശാവാസ്യത്തിലും ഉണ്ടാവും, ബൃഹദാരണ്യത്തിലും ഉണ്ടാവും. ഇങ്ങനെ ചില വാക്യങ്ങൾ അത് അത്രയേറെ മഹത്വമേറിയ വാക്യങ്ങളാണ്. അതുകൊണ്ട് അത് ഒന്നിൽ കൂടുതൽ ഉപനിഷത്തുകളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഭേദചിന്ത നശിച്ചവർ, ഭേദജ്ഞാനം ഉള്ളിൽ നിന്ന് നീങ്ങിയവർ ജനനമരണ രൂപമായ സംസാരത്തിൽ തിരിച്ചു വരില്ല. ഇനി അഥവാ വന്നു വന്നിരിക്കട്ടെ, എന്തെങ്കിലും പ്രാരബ്ധ കർമ്മത്തിന്റെ ബാക്കിയുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് വാസനകൾ പിന്നെയും നശിക്കാതെ ഉള്ളിൽ ബാക്കി കിടക്കുന്നു, അത് കാരണം ഒരു ജന്മം കൂടെ എടുക്കേണ്ടി വന്നാലും, അതാണ് മീണ്ടാൽ, മടങ്ങി വന്നാൽ, പുതിയൊരു ശരീരം സ്വീകരിച്ച് അവർക്ക് വരേണ്ടി വന്നാലും, തൊടുമോ ശിവനെ, അവരുടെ മനസ്സ് അവർ ശിവസ്വരൂപികളാണെന്നാണ്. കുറച്ച് വാസന ഉള്ളിലുണ്ടെങ്കിലും ഈ ജ്ഞാനത്തിന്റെ ദാർഢ്യം കൊണ്ട് അവർ ശിവസ്വരൂപികളായിരിക്കുന്നു. ആ ശിവസ്വരൂപികളെ ഈ വാസനകളോ സംഘമോ സ്പർശിക്കുമോ തൊടുമോ? ഇല്ല. അതായത് എന്തെങ്കിലും ചില വാസനാംശങ്ങൾ ബാക്കി കിടന്നത് കാരണം ഒരാൾ ഒന്നുകൂടെ ജനിക്കേണ്ടി വന്നു എന്നാലും അയാൾക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വരില്ല. കുറച്ച് പ്രാരബ്ധം ബാക്കി ഉണ്ടായിരുന്നു, അതിനു വേണ്ടി ജനിച്ചു എന്നാണ്. വാമദേവ മഹർഷി അങ്ങനെ ജനിച്ചു എന്നാണ്. എന്തോ ചില കർമ്മവാസനകൾ ബാക്കിയായതുകൊണ്ട് ഒരു ഗർഭവാസം കൂടെ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടതായി വന്നു. ഗർഭത്തിൽ വസിച്ചു എന്നാണ്. ആ ഗർഭ ദുഃഖം അദ്ദേഹം അനുഭവിച്ചു. പക്ഷെ അപ്പോഴും പൂർവജന്മങ്ങളിൽ ചെയ്ത ആ തത്വബോധം, ആ തത്വത്തിന് ഉറപ്പ് ബുദ്ധിക്ക് വന്നതുകൊണ്ട് ആ ഗർഭവാസം അദ്ദേഹത്തിന് വലിയ ദുഃഖകരമായി തോന്നിയില്ല. കാരണം ഈ പൂർണ്ണനായി പരിശുദ്ധനായി തീരുന്നത് വരെ ഈ ജന്മ പരമ്പരയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. 100ന് 100 വാങ്ങിക്കണം. ഈ 50, 60 ഒന്നുമല്ല പാസ്സാവാൻ തന്നെ ഫുള്ള് വാങ്ങിക്കണം. അതാണ് അധ്യാത്മത്തിലുള്ള നിയമം. ജയിക്കാൻ വേണ്ടത് 100ന് 100. അപ്പൊ അവിടെ പ്രത്യേകിച്ച് ഫസ്റ്റ് ക്ലാസ് ഡിസ്റ്റിങ്ഷൻ അതൊന്നുമില്ല. 100ന് 100 വാങ്ങിച്ചാലേ അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ
പ്രവേശിക്കാനുള്ള അർഹത നേടുന്നുള്ളൂ. തൊടുമോ ശിവനെ. ഈ ജ്ഞാനികൾ ശിവസ്വരൂപികളാണ്. അവർ ഒരു ശരീരം കൂടെ എടുക്കേണ്ടി വന്നാലും അവരെ സംഘം സ്പർശിക്കുമോ? തൊടുമോ എന്ന് പറഞ്ഞാൽ സംഘം. സംഘം കൊണ്ടുണ്ടാകുന്ന ദുഃഖം അവരെ ബാധിക്കുമോ? ബാധിക്കില്ല. തൊടില്ല, സ്പർശിക്കില്ല. അപ്പൊ ഒരു ശരീരമെടുത്ത് വന്നാൽ പോലും ഈ ജ്ഞാനത്തിന് നല്ല ഉറപ്പുണ്ടെങ്കിൽ ആ ജന്മത്തിലും അവരെ സംഘമോ ദുഃഖമോ സ്പർശിക്കുക പോലും ചെയ്യില്ല. ஞானக்குறைவினால் மீண்டார்களேனும் முன் துறந்து தவம் பண்ணிய வாசனையால் அப்பற்றுகளை கடந்து நிற்பரே அன்றி அவரை பற்றி தீண்டுமோ? தீண்டாது. அவர் சிவனை போலும் ஒன்றோடும் பற்றுதல் உடையாർ ആകലിൻ തീണ്ടാത്. ചിദംബര സ്വാമികൾ എന്നൊരു ആളാണ് ഒഴിവിലൊടുക്കത്തിന് തമിഴില് വ്യാഖ്യാനം എഴുതിയിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തിലുള്ള ഒരു ഭാഗമാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. ജ്ഞാനക്കുറവിനാൽ മീണ്ടാറുകളേനും, ആ ജ്ഞാനത്തിന് പൂർണ്ണമായ ഉറപ്പ് വരാത്തത് കൊണ്ട്, കുറെയൊക്കെ വാസനകൾ ബാക്കി കിടന്നത് കൊണ്ട് അവർക്ക് ജനിക്കേണ്ടി വന്നാലും മുൻ തുറന്ന് തപം പണിയ വാസനയാൽ, പോയ ജന്മത്തിൽ സന്യാസം ശീലിച്ചവരാണ്, നിസ്സംഗത ശീലിച്ചവരാണ്. ആ തപസ്സിന്റെ മഹിമ ഈ ബുദ്ധിയിൽ ഉണ്ടാവും. ഇനിയൊരു ജന്മം എടുത്താലും ആ ബുദ്ധിക്കകത്ത് ആ തപോബലം ബാക്കി അവശേഷിക്കും. മുൻ തുറന്ന് പണ്ട് ത്യജിച്ചത് കൊണ്ടുണ്ടായ, ആ തപസ് ചെയ്തത് കൊണ്ടുണ്ടായ വാസനയാൽ. ഈ ത്യാഗം എന്നുള്ളത് ഒരു കണക്കിന് വാസനയാണ്, ശുദ്ധവാസനയാണ്. സന്യാസം എന്ന് പറയുന്നത് ഒരു വാസനയാണ്. ഉപേക്ഷിക്കണം എന്നുള്ള ആഗ്രഹം നല്ലതാണോ എന്ന് ചോദിച്ചാൽ സംശയിക്കേ വേണ്ട, നല്ലതാണ്. പക്ഷേ ഒന്നേ ഉള്ളൂ എന്ന് ഉറപ്പ് വന്നവൻ എന്തിനു ഉപേക്ഷിക്കും? നമ്മുടെ സ്വരൂപം ഉപേക്ഷിക്കാനോ കൊള്ളാനോ പറ്റാത്തതാണ്. എനിക്ക് എന്നെ വിടാനും പറ്റില്ല, സ്വീകരിക്കേണ്ട കാര്യവുമില്ല. എന്തുകൊണ്ട്? ഞാനാണ്. അപ്പൊ ഇനി എനിക്ക് എന്നെ സ്വീകരിക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് എന്നെ ഉപേക്ഷിക്കാനും സാധ്യമല്ല. എങ്ങനെ പറ്റും? ഞാൻ എങ്ങനെ എന്നെ വിടും? അപ്പൊ ആ അദ്വൈതത്തിന്റെ ഉച്ചഘട്ടത്തിൽ ഇവിടെ ത്യജിക്കപ്പെടാനും സ്വീകരിക്കപ്പെടാനും ഒന്നുമില്ലാതായി പോകുന്നു. എന്തുകൊണ്ട്? എല്ലാം ഒന്നാണ് എന്ന് ഉറപ്പ് വന്നു. പക്ഷെ ആ ഘട്ടത്തിൽ എത്തുന്നതിന് മുമ്പ് പലതിനെയും ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഈ ത്യാഗം എന്നുള്ളത് തന്നെ ഒരല്പം അജ്ഞാനം ബാക്കിയുള്ളപ്പോഴാണ്. ഒരു ചെറിയ ഒരു കടുകളവ് അല്ലെങ്കിൽ ഒരു കുന്നിക്കുരുവിന്റെ അത്രയും അജ്ഞാനം ബാക്കി ഉണ്ടെങ്കിലാണ് ത്യജിക്കണം എന്നൊരു ഭാവം, ചിന്ത ഉള്ളിലുണ്ടാവും. നമ്മൾ എന്തിനെയാ ത്യജിക്കുന്നത്? ജഡങ്ങളെ, വിഷയസുഖങ്ങളെ, ഈ മൺ പെൺ പൊൻ എന്നൊക്കെ പറഞ്ഞില്ലേ, ഇതിനെയൊക്കെയാണ് നമ്മൾ ത്യജിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ അർത്ഥം അതൊന്നും ബ്രഹ്മമല്ല എന്ന് വിചാരമുള്ളതുകൊണ്ടല്ലേ. ബ്രഹ്മത്തെ ആരെങ്കിലും ത്യജിക്കുമോ? അപ്പോ ഇതൊക്കെ ബ്രഹ്മഭിന്നമാണെന്നും ഇത് തന്നെ ബന്ധിക്കുന്നുവെന്നും വിചാരിക്കുന്നത് കൊണ്ടാണ് ഇതിനെയൊക്കെ ഉപേക്ഷിക്കണം എന്ന് തോന്നുന്നത്. ബ്രഹ്മത്തെ പിടിക്കണം, അതിനെ സാക്ഷാത്കരിക്കണം എന്നും തോന്നുന്നുണ്ട്. എന്തുകൊണ്ട്? താനിപ്പോ ബ്രഹ്മമാണെന്നുള്ള ഉറപ്പില്ല. അതുകൊണ്ടാണ് ബ്രഹ്മജ്ഞാനം നേടണം, സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹം. ഒന്നേ ഉള്ളൂ എന്നുള്ള അറിവ് അങ്ങോട്ട് കനപ്പെട്ടാൽ, അതിന്റെ ഭാരം കൂടിയാൽ, അതിന്റെ ഭാരം കൊണ്ട് ഈ അഹങ്കാരം തകർന്ന് തരിപ്പണമാവും. ഈ അഹങ്കാരത്തെ വെച്ചോണ്ടാണ് നമ്മൾ സ്വീകരിക്കണം വിടണം ഈ വിചാരം. ഇവിടെ സ്വീകരിക്കാനോ വിടാനോ ഒരു ജ്ഞാനമില്ല. സ്വീകരിക്കപ്പെടാനോ വിടപ്പെടാനോ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി ഇവിടെ വേറൊന്നുമില്ല. ഇനി പറയൂ, ആരെ എന്തിനെ സ്വീകരിക്കണം, എന്തിനെ ഉപേക്ഷിക്കണം? പക്ഷേ എന്താ? സന്യാസത്തിലൂടെ ബ്രഹ്മത്തെ അറിയാൻ ആഗ്രഹിക്കൂ എന്നാണ് പറയുന്നത്. ഉപദേശങ്ങൾക്ക് കുറവൊന്നുമില്ല. സന്യാസത്തിലൂടെ ബ്രഹ്മത്തെ അറിയാൻ ശ്രമിക്കൂ, തപസ്സിലൂടെ അറിയാൻ ശ്രമിക്കൂ. അപ്പൊ ഇത് രണ്ടും കൂടെ എങ്ങനെ പൊരുത്തപ്പെടും? അതെ, ആ അദ്വൈത ജ്ഞാനം ഉറപ്പ് വരുമ്പോ മാത്രമാണ് ഉപേക്ഷിക്കാനും സ്വീകരിക്കാനും ഒന്നുമില്ലാത്തത്. അതിനു മുമ്പ് വിടേണ്ട കുറെ കാര്യങ്ങളുണ്ട്, അതിനെയൊക്കെ വിടണം. ആശ്രയിക്കേണ്ട പലതുമുണ്ട്, അതിനെയൊക്കെ ആശ്രയിക്കുകയും അവലംബിക്കുകയും വേണം. എന്നാലേ ഈ തള്ളാനും കൊള്ളാനും ഒന്നുമില്ലാത്ത തലത്തിലേക്ക് ഉയരാൻ പറ്റും. അപ്പൊ ഈ സന്യാസം എവിടെ കൊണ്ട്, ഏതുവരെ ഈ സന്യാസത്തിന് പ്രസക്തി, ഇത് നല്ലതുപോലെ നമ്മൾ മനസ്സിലാക്കണം. സന്യാസം വേണ്ട എന്നല്ല, സന്യാസത്തിന്റെ മഹത്വത്തെ പറയുന്ന അധ്യായമാണ്. അതിന്റെ ഇടയ്ക്കാണ് ഞാൻ പറഞ്ഞത് ഇവിടെ വിടാനും സ്വീകരിക്കാനും ഒന്നുമില്ല.
അത് വേദാന്ത ശാസ്ത്രത്തിന്റെ അന്തിമമായ സിദ്ധാന്തമാണ്, അവസാന വാക്കാണ്. തൽക്കാലം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, നമ്മൾ മാർഗമധ്യേയാണ്, വഴിയിലാണ്. യാത്ര എപ്പോഴാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്? ലക്ഷ്യത്തിലെത്തുമ്പോൾ. ലക്ഷ്യത്തിലെത്തിയാൽ പിന്നെ യാത്രയോ യാത്രയ്ക്ക് ഉപയോഗിച്ച വാഹനമോ നമുക്ക് ആവശ്യമില്ല. പക്ഷെ അതുവരെ യാത്രയും അനിവാര്യമാണ്, വാഹനവും കൂടിയേ തീരും. ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞവന് യാത്രയും യാത്രയുടെയും വാഹനത്തിന്റെയും ആവശ്യമില്ല. അപ്പൊ ഇതൊക്കെ ഓരോ തലങ്ങളാണ്. നമ്മൾ ഏത് തലത്തിൽ നിൽക്കുന്നു അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ അടുപ്പും ചട്ടിയും കലവും ഒക്കെ കൊണ്ടുപോയി അവിടെ ഇരുന്ന് കഞ്ഞി കുടിക്കാൻ പറ്റില്ല. വീട്ടിൽ കഞ്ഞി വെച്ചിട്ട് കഴിച്ചിട്ട് അങ്ങോട്ട് പോകും. ഓരോ സ്ഥലത്തിലും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനൊരു വ്യവസ്ഥയില്ലേ? അപ്പൊ ആ വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ട് വേണം നമ്മുടെ പ്രവൃത്തി. 7 ഭൂമികകൾ പറയുന്നുണ്ട്, യോഗ ഭൂമികകൾ. ഓരോ ഭൂമികയിലും എന്താണ് അനുഭവം എന്നുള്ളതും വ്യക്തമായി പറയുന്നുണ്ട്. ഇതിന്റെ അർത്ഥം ബ്രഹ്മത്തിൽ കയറാൻ 7 പടിയുണ്ടെന്നാണ്. ബ്രഹ്മത്തിൽ കയറാൻ പടിയില്ല. കാരണം അവിടെ കയറുക എന്നുള്ള കർമ്മത്തിന് പ്രസക്തിയേ ഇല്ല. എന്തുകൊണ്ടെന്നോ, നമ്മൾ അതാണ്. ഇനി എന്ത് കയറ്റം, ഇനി എന്ത് കയറാൻ? കയറുക എന്ന് പറഞ്ഞാൽ നമ്മൾ താഴെ സ്ഥിതി ചെയ്യുകയും ഈ ബ്രഹ്മം അങ്ങ് മുകളിലാണ് എന്നൊരു വിചാരം ഉണ്ടാവുകയും ഈ യോഗ ഭൂമികളിലൂടെ ഈ 7 പടികളിലൂടെ ക്രമമായി ചവിട്ടി ആണ് നമ്മൾ മുകളിലേക്ക് കയറുക. എല്ലാ ദ്വൈതങ്ങളും അസ്തമിച്ച തലത്തിൽ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. പക്ഷെ അത് അവസാന സ്റ്റെപ്പല്ല, അത് ലക്ഷ്യമാണ്. അപ്പോ ഈ ശിവസ്വരൂപമായ ജ്ഞാനികളെ സംഗമോ ദുഃഖമോ തീണ്ടുന്നില്ല. എന്തുകൊണ്ട്? കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത സന്യാസവും തപസ്സും കാരണമായിട്ട് തപം പണിയ വാസനയാൽ ആ പറ്റുകളെ കടந்து നിற்பരേ അன்றി എല്ലാ സംഘങ്ങളിൽ നിന്നും അവർ മുക്തരായി നിൽക്കും എന്നല്ലാതെ അവരെ പറ്റി തീണ്ടുമോ, അവരെ സംഘം ബാധിക്കുമോ, സ്പർശിക്കുമോ? തീണ്ടാതെ തൊടില്ല. അവരുടെ അടുത്ത് പോലും സംഘം വരില്ല. അവർ ശിവനെ പോലും ഒன்றോടും പറ്റുതൽ ഉടയാർ ആകലിൽ തീണ്ടാതെ അവർ ശിവനെ പോലെ. ഇവിടെ ശിവതത്വം എന്ന് നമുക്ക് എടുക്കാം, വേദാന്തികളുടെ ബ്രഹ്മതത്വം എന്നും എടുക്കാം. രണ്ടും ഒന്ന് തന്നെയാണ്. ഈ ബ്രഹ്മതത്വം നിസ്സംഗമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സന്യാസി എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ്. ബ്രഹ്മം എത്ര കണ്ട് നിസ്സംഗമാണോ അത്ര കണ്ട് നിസ്സംഗത ആർക്കുമില്ല. അപ്പൊ ഈ ശിവൻ എങ്ങനെ നിസ്സംഗനായിരിക്കുന്നുവോ, ഒന്നിനോടും കൂടെ ബന്ധപ്പെടാതെ സംഘത്തിന് വിധേയനാകാതെ ഇരിക്കുന്നുവോ, അതുപോലെ തന്നെയാണ് ഈ ജ്ഞാനികളും. എന്തോ ചില വാസനകളുടെ ബാക്കി ഉള്ളിൽ കിടന്നത് കൊണ്ട് അവരൊരു ശരീരം സ്വീകരിച്ചു വന്നു. അതുകൊണ്ട് മോശക്കാരാണെന്ന് കരുതണ്ട. ഒരു ജന്മത്തെ ഉണ്ടാക്കാനുള്ള കുറച്ച് വാസനകൾ ഉള്ളിൽ അവശേഷിച്ചു. അവരേതാണ്ട് ബ്രഹ്മത്തിൽ കാലെടുത്ത് വയ്ക്കാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ജന്മത്തിൽ ശരീരം പതിച്ചു പോയത്. അതുകൊണ്ട് ഒരിക്കൽ കൂടെ ജനിക്കേണ്ടി വന്നു. അതുകൊണ്ട് അവർക്ക് ദോഷമൊന്നും സംഭവിക്കുന്നില്ല. സമ്പത്തും യൗവനവും ശരീരവും കാനൽ ജലം പോലെ തോന്നലല്ലാതെ അസ്തിത്വം ഇല്ലാത്തവയാണെന്ന് പറയുക മാത്രമാണോ? വെറുതെ പറയുന്നതാണോ? അല്ല, അത് അനുഭവിക്കപ്പെടണം. അനുഭവത്തിലും നാം അവയുടെ മിഥ്യാത്വം കാണുന്നുണ്ടല്ലോ. നാം എന്ന് പറഞ്ഞാൽ വിവേകികൾ. അജ്ഞാനികൾ കാണുന്നില്ല. അജ്ഞാനികൾ ഇതൊക്കെ സത്യമാണ് എന്ന് കരുതിയാണ് ജീവിക്കുന്നത്. ഇങ്ങനെ പ്രത്യക്ഷമായി അറിഞ്ഞാലും അവയോട് അനാസക്തി ഉണ്ടാകാത്തത് അഭിമാനത്തിന്റെ കാഠിന്യം കൊണ്ടല്ലാതെ വേറൊന്നുമല്ല. ഇതൊക്കെ നശ്വരമാണ് എന്നുള്ളത് പ്രകൃതി നമ്മെ സദാ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും നമ്മളെന്താ ഉറക്കം നടിച്ചു കിടക്കുന്നു. ശരിക്കും ഉറങ്ങുന്നു എന്ന് പറയാൻ പറ്റില്ല. ഉറങ്ങുന്നവനെ പോലെ ഭാവിക്കുന്നു. ഉറങ്ങുന്നവനെ ആണെങ്കിൽ വിളിച്ചുണർത്താം, ഉറക്കം നടിക്കുന്നവനെ വിളിച്ചുണർത്താൻ പറ്റില്ല. കാരണം അവൻ ശരിക്കും ഉറങ്ങുകയില്ല എന്നത് തന്നെ. അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും കണ്ടില്ലെന്ന് നടിക്കുന്നു പലരും. മോഹം കാരണമായി, വിഷയങ്ങളിലുള്ള കൊതി കാരണമായിട്ട് ഇവയുടെ നശ്വരത, ക്ഷണികത അവർ മനസ്സിലാക്കുന്നില്ല. അവരുടെ ഉള്ളിൽ അഹങ്കാരം അത്ര കണ്ട് തടിച്ചു കൊഴുത്തിരിക്കുന്നു എന്നാണ്. ഇവ അനിത്യമെന്ന് നമ്മിലും ചുറ്റുപാടിലുമുള്ള അനുഭവങ്ങളെ കണ്ടറിഞ്ഞ് അവയോടുള്ള മമതാബന്ധം എത്രയും വേഗം നാം അകറ്റേണ്ടതും അതിനായി ഉടൻ യത്നിക്കേണ്ടതുമാണ്. താമസിക്കരുത് എന്നാണ്. നിസ്സംഗത ശീലിക്കാൻ. അതിപ്പോ എന്താ, ഇപ്പോ ഏതാണ്ട് 2017 ഒക്ടോബർ ആയില്ലേ, നവംബർ ഡിസംബർ
2 മാസം കൂടെ കഴിഞ്ഞാൽ 2018 പുതുവർഷത്തിൽ ഈ നിസ്സംഗത ശീലിച്ചു തുടങ്ങാം. 2018 വരെ നമുക്ക് ആയുസ്സുണ്ടോ എന്ന് നമുക്കറിയില്ല. ഞാൻ പേടിപ്പിക്കുകയാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ജീവിതം ക്ഷണികമാണ്, നശ്വരമാണ്. അതുകൊണ്ട് നല്ല കാര്യങ്ങൾക്ക് അമാന്തം പാടില്ല. അത് പെട്ടെന്നാവണം. നാളത്തേക്ക് എന്ന് മാറ്റിവെക്കരുത്. ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നത് അത് വേണമെങ്കിൽ നാളത്തേക്ക് മാറ്റിവെച്ചോ. സത്കർമ്മങ്ങൾ ചെയ്യാൻ, പുണ്യം ചെയ്യാൻ, നിസ്സംഗത ശീലിക്കാൻ, ജ്ഞാനം അഭ്യസിക്കാൻ വിളംബം പാടില്ല. പറ്റുമെങ്കിൽ ഈ സെക്കൻഡിൽ തന്നെ തുടങ്ങണം. ഇത്രയും കാലം കഴിഞ്ഞു പോയല്ലോ, ഇത്രയും കാലം കഴിഞ്ഞു പോയി എന്ന് വിചാരിച്ച് ഇനിയുള്ള കാലവും പാഴാക്കണോ? പരീക്ഷത്തിന് പാവം 7 ദിവസമാണ് കിട്ടിയത്. നല്ല പോലെ മുതലാക്കിയില്ലേ പുള്ളി? അപ്പൊ മുതലാക്കാൻ പഠിക്കൂ. അത് എത്ര നിസ്സാരമായ ആയുസാണെങ്കിലും ശരി, അതിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യണം, പ്രയോജനപ്രദമാക്കണം. അവിടെയാണ് മനുഷ്യന്റെ വിവേകവും ബുദ്ധിശക്തിയും പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ നിസ്സംഗതയും അതിലൂടെ മോക്ഷവും നേടാൻ ശ്രമിക്കണം. അങ്ങനെ തത്വവിചാരത്താൽ ഉണർവുണ്ടായി ഈ അനാത്മ വസ്തുക്കളുമായുള്ള മമത വിടുന്നവർക്ക് ജനനമരണങ്ങളിൽ ഇനിമേൽ അകപ്പെടുവാൻ ഇടവരികയില്ല. ഇനി ഇങ്ങോട്ട് തിരിച്ചു വരവുണ്ടാവില്ല. പക്ഷെ പലർക്കും എന്താ, ഞാൻ തിരിച്ചു വരും എന്നാണ് പറയുന്നത്. എനിക്ക് അനുഭവിച്ചതൊന്നും മതിയായിട്ടില്ല. ചിലർക്ക് അങ്ങനെയല്ല. ശത്രുവിനെ തകർക്കണം, അവന്റെ അന്ത്യം കണ്ടിട്ടേ ഞാൻ പോകും, അതിനു വേണ്ടി ഒരിക്കൽ കൂടെ ജനിച്ചാലും വേണ്ടില്ല. ശത്രുവായി മാറും. അടുത്ത ജന്മത്തിൽ അവന്റെ മുച്ചൂട് മുടിക്കുക എന്ന് പറയില്ലേ, ഈ മുച്ചൂട് മുടിക്കാൻ വേണ്ടി ഒരു ജന്മം എടുത്താലും കുഴപ്പമില്ലാതെ വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരാണ് മക്കളായിട്ട് ഒന്ന് ജനിക്കുന്നത്. നോക്കൂ, എല്ലായിടത്തും അച്ഛനും മക്കളും തമ്മിൽ എന്തെങ്കിലും ഒരു വാക്ക് തർക്കം, ഒരു നീരസം, മിക്കവാറും 2 പന്തിയാണ്. മകൻ വരുമ്പോ അച്ഛൻ തീന്മേശയിൽ ഇരുന്നുകൊണ്ട് ഊണ് കഴിക്കുകയാണ്. അമ്മേ, ഞാൻ 1/2 മണിക്കൂർ കഴിഞ്ഞ് വരാം. അതെന്താടാ അച്ഛന്റെ കൂടെ ഇരുന്ന? എനിക്ക് അങ്ങയുടെ മുഖം കാണാൻ ഇഷ്ടമല്ല. എടാ, നിന്റെ അച്ഛനല്ലേടാ. ഓക്കെ, ശരി തന്നെ, പക്ഷെ ആള് പഴഞ്ചനാണ്. അങ്ങർക്ക് ഈ യുവതലമുറയുടെ ഫീലിങ്സ് ഒന്നും ഉൾക്കൊള്ളാനുള്ള കഴിവില്ല. അപ്പോ മകൻ തന്നെ ഒഴിവാക്കുമ്പോ അച്ഛനും സ്വാഭാവികമായി മകനെ ഒഴിവാക്കും. അത് സ്വാഭാവികമാണല്ലോ. തന്നെ കാണാൻ ഇഷ്ടമില്ലാത്ത ഒരാളെ തനിക്കും കാണണ്ട. അപ്പോഴെന്താ, 2 സമയത്തായിരിക്കും ഊണ് കഴിക്കുക. പല വീടുകളിലും പല പന്തികളാണ്. എല്ലാവരും കൂടെ ഇരുന്ന് ഊണ് കഴിക്കുന്ന ഒരു കൾച്ചർ, ഒരു സംസ്കാരം നമുക്ക് നഷ്ടമായി കഴിഞ്ഞു. ജോലി കാരണം പലരും പല സമയത്താണ് വരുന്നത്. 10 മണിക്കൊക്കെ ആയിരിക്കും കയറി വരുന്നത് പലരും. അത് കൂടാതെ തന്നെ അവധി ദിവസങ്ങളിൽ പോലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. അപ്രകാരം നിസ്സംഗത ഉണ്ടായി ധന്യന്മാരായവർ ശിവനെ പോലെ കൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നാലും, ശിവനാര സംഹാര രുദ്രൻ, സംഹരിക്കുകയാണ് അദ്ദേഹത്തില് നിക്ഷിപ്തമായ കർത്തവ്യം. അങ്ങനെ എന്ത് കൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നാലും അവർ ആകാശസമം നിസ്പൃഹന്മാരായി ആനന്ദവാന്മാരായി തന്നെ വിലസുന്നതാണ്. അവരുടെ ഉള്ള് സദാ ബ്രഹ്മത്തിൽ രമിച്ചുകൊണ്ടിരിക്കും. അവർക്ക് വിഷയങ്ങളിൽ ഒരു ആകർഷണമോ കൊതിയോ ഒന്നും തോന്നാറില്ല. ഉള്ളാനന്ദത്തിൽ മഗ്നരായി സ്ഥിതി ചെയ്യുന്നവരാണ് ഈ സത്യദർശികൾ. അടുത്ത പദ്യം വായിക്കാം. ആശയിനാൽ അല്പസുഖമായി അഴിന്താൽ പേരിൻപം ആശയിൻ പോക്കെன்றറിയലാകാതോ ആശை நளிகைக்கழுக்கு வந்த நாசமென நாடி தெளிய போம் അറ്റിവൈ ഐന്തും. തെളിയപ്പോമറ്റിവൈ ഐന്തും. ഇതിലെന്താ പറയുന്നത്? ആശയിനാൽ അല്പസുഖമായി, ഈ നമ്മൾ ആഗ്രഹിക്കുന്ന സുഖങ്ങളുണ്ടല്ലോ, വിഷയസുഖങ്ങൾ, ഇന്ദ്രിയ സുഖങ്ങൾ, ഇതൊക്കെ പരമാനന്ദവുമായി അല്ലെങ്കിൽ ആത്മസുഖവുമായി തട്ടിച്ചു നോക്കുമ്പോൾ, ബ്രഹ്മാനന്ദവുമായി താരതമ്യം ചെയ്യുമ്പോൾ നിസ്സാരങ്ങളാണ്. നയാ പൈസയ്ക്ക് വിലയില്ല. പക്ഷെ നമുക്കത് മഹത്തായിട്ട് തോന്നുന്നു. എന്തുകൊണ്ട്? നമുക്ക് അതിനെ അനുഭവിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പൊ ശരിക്കും ഭിക്ഷക്കാരെ പോലെയാണ്. ഭിക്ഷക്കാരന് 10 രൂപ എന്ന് പറയുന്നത് വലിയ കാര്യമായിരിക്കും. കാരണം അയാൾക്ക് പരമാവധി കിട്ടുന്നത് 1 രൂപയോ 2 രൂപയോ ഒക്കെയാണ്. അപ്പൊ 10 രൂപയോ 50 രൂപയോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് വലിയ സന്തോഷമാണ്. ഇതുപോലെ നമുക്ക് ആ പരമാനന്ദം അനുഭവിക്കാൻ കഴിയാത്ത നിലയിലാണ് വിഷയസുഖങ്ങൾ വലുതായി തോന്നുന്നത്. അതുകൊണ്ടാണ് അതിന്റെ പുറകെ മനുഷ്യർ പായുന്നത്. ആശയിനാൽ അല്പസുഖമായി, ആശ കൊണ്ടുണ്ടാകുന്നത് അല്പസുഖങ്ങളാണ്. ശാശ്വതമായ സുഖം നൽകാൻ ഈ പുറം വിഷയങ്ങൾക്കൊന്നും കഴിവില്ല. അഴിന്താൽ പേരിൻപം, ഈ ആഗ്രഹങ്ങൾ ഉള്ളിൽ നശിച്ചാൽ
പരമാനന്ദമായി. പേരിൻപം എന്ന് പറഞ്ഞാൽ മഹാനന്ദം, വലിയ സുഖം, ശ്രേഷ്ഠമായ ആനന്ദം, മറ്റൊന്നിനെയും ആശ്രയിക്കാതെ ഉള്ളിൽ സ്വതവേ അനുഭവപ്പെടുന്ന ആനന്ദം, അതാണ് ആത്മാനന്ദം. ആ ആത്മാനന്ദം കിട്ടും എങ്ങനെ? ഈ സംഘത്തെ, ആഗ്രഹങ്ങളെ ത്യജിച്ചാൽ മാത്രം മതി. പക്ഷെ അതാണ് മനുഷ്യന് സാധിക്കാൻ പറ്റാത്തതും. ആശയിനാൽ അല്പസുഖമായി. ആഗ്രഹം കൊണ്ട് നമുക്ക് കിട്ടുന്നത്, ആഗ്രഹ പൂർത്തീകരണം കൊണ്ട് കിട്ടുന്നത് അല്പസുഖമാണ്. ആ വിഷയങ്ങളിലുള്ള ആഗ്രഹങ്ങൾ നശിച്ചാൽ പേരിൻപം പരമാനന്ദമായി. ആശയിൻ പോക്ക് എൻ്റെ അറിയ. ആശയുടെ പോക്ക് എന്ന് പറഞ്ഞാൽ ആശ പോകുന്നത്, ആശ ഇല്ലാതാവുന്നത്, അതാണ് ബ്രഹ്മാനന്ദം, പരമാനന്ദം എന്ന് അറിയലാകാതോ, മനസ്സിലാക്കാൻ വയ്യേ നിങ്ങൾക്ക്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കാര്യം മനസ്സിലാക്കാത്തത്? അതിനും മാത്രമുള്ള വിവേകമില്ലേ, ചിന്താശേഷിയില്ലേ? അറിയലാകാതോ, ആശകൾ അറ്റുപോകുന്നതാണ് പരമാനന്ദം എന്നറിയില്ലേ? അറിയാൻ ശ്രമിക്കുന്നില്ലേ? നിങ്ങൾ എന്തുകൊണ്ടാണ് ആ കാര്യത്തിൽ ഇതുവരെ വിജയം നേടാത്തത് എന്നൊക്കെയാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. ആശയി നളികൈക്ക് അഴുക്ക് വന്ന നാശമന്. നളികൈക്ക് അഴുക്ക് വന്ന ആശയി നാശം എന. അങ്ങനെ പിരിക്കണം. ആ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചു വിടണം. എന്താണ് ആഗ്രഹം? നാശം. ആഗ്രഹം നമ്മെ നശിപ്പിക്കുന്നതാണ് എന്നും. അതുകൊണ്ട് ആഗ്രഹത്തെ നശിപ്പിക്കാൻ വേണ്ടി വേണം നാം പ്രയത്നിക്കാൻ. എപ്പോഴും അങ്ങനെയാണല്ലോ. തന്നെ നശിപ്പിക്കുന്ന ശത്രുവിനെ ഇല്ലാതാക്കാനാണല്ലോ എല്ലാവരും ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ നമ്മെ ആഗ്രഹമാണ് നശിപ്പിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി ആഗ്രഹത്തെ നശിപ്പിക്കാനുള്ള മാർഗം അന്വേഷിക്കണം. ആശയി നളികൈക്ക് അഴുക്ക് വന്ന്. നളികൈ എന്ന് പറഞ്ഞാൽ മുളംകുഴൽ എന്നാണ്. രണ്ടറ്റവും അടച്ച മുളംകുഴൽ. അതിനൊരു അടപ്പ് പോലെ എന്തെങ്കിലുമൊക്കെ കാണും. ശരിക്കും നോക്കിയാൽ രണ്ടറ്റവും അടച്ചിട്ടുണ്ടാവും. ഈ മുളംകുഴലിലാണ് എണ്ണ, നെയ്യ്, തേൻ തുടങ്ങിയവ പണ്ട് അളന്നു കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഈ മുളംകുഴലാണ്. മുള നാഴി എന്നൊക്കെ പറയും, മുള കൊണ്ടുള്ള. അപ്പൊ രണ്ടറ്റവും അടച്ച മുളംകുഴലിനെയാണ് നളികൈ എന്ന് പറയുന്നത്. ഈ നളികയുടെ അകത്ത് ഒരു കൃമി, ഈ മരത്തിലൊക്കെ ദ്വാരമുണ്ടാക്കി അകത്തോട്ട് പ്രവേശിക്കുന്ന ഒരു കൃമി, ആ കൃമി ഈ മുളംകുഴലിനെ തുരന്ന് അതിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിച്ചു. ആ മുളംകുഴലില് എന്താണ് നിറച്ചു വെച്ചിരുന്നത്? തേനോ എണ്ണയോ നെയ്യോ പോലെയുള്ള കൊഴുപ്പുള്ള ദ്രാവകമാണ് അതിനകത്ത് നിറച്ചു വെച്ചിരുന്നത്. ഇവൻ വലിയ കാര്യത്തിൽ തുരന്ന് ഈ മുളംകുഴലിന്റെ ഉള്ളിൽ കിടന്നപ്പോ ഈ ദ്രാവകത്തിൽ ചെന്ന് പെട്ടു. അനങ്ങാൻ നിവർത്തിയില്ല, ഒട്ടിപ്പോയി. ഇതുപോലെയാണ് മനുഷ്യൻ വിഷയങ്ങളിൽ ചെന്ന് ഒട്ടിപ്പോകുന്നത്. സുഖിക്കാമെന്ന് വിചാരിച്ചാണ് അതിനെ ആശ്രയിക്കുന്നത്. അവസാനം അതിൽ കുടുങ്ങിപ്പോകുന്നു. അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല, കുടുങ്ങിപ്പോകുന്നു. ട്രാപ്പാണ്. നമ്മൾ എലിക്കണിയൊക്കെ വെക്കാറില്ലേ? എലിയെ ആകർഷിക്കാൻ വേണ്ടി ഒരു തേങ്ങാപ്പൂളോ മരച്ചീനിയുടെ കഷ്ണമോ അതിലങ്ങോട്ട് വെച്ചു കൊടുക്കും. ഇവൻ പതുക്കെ വരും. ഈ വസ്തുവിനെ, ഈ തേങ്ങയോ മരച്ചീനിയോ ഒക്കെ തിന്നാനുള്ള കൊതി കൊണ്ട് ഇവൻ വന്ന് അതിലെ കടിക്കുകയും പെട്ടിട്ടം എന്ന് പറഞ്ഞ് അടയുകയും ചെയ്യും. ഇവൻ ബന്ധനസ്ഥനാവുകയും ചെയ്യും. ഇത് ഏത് എലികളുടെ കാര്യമാണ് പറഞ്ഞത്? പഴയ കാലത്തുള്ള എലികളുടെ കാര്യമാണ്. ഇപ്പോഴുള്ള എലികളൊന്നും എലിക്കണിയിൽ വീഴാറില്ല. അവൻ അതിവിദഗ്ധമായി ഈ തിന്നാനുള്ള സാധനം അടിച്ചോണ്ട് പോവുകയും ചെയ്യും, അകപ്പെടുകയും ചെയ്യും. എല്ലാം ഹൈടെക് എലികളാണെന്നേ. ഒന്നിനെയും പിടിക്കാൻ നിവൃത്തിയില്ല. നമ്മെ പറ്റിച്ചിട്ട് പുച്ഛിച്ച് കൊഞ്ഞനെ കുത്തിയിട്ട് പോവുകയാണ് എല്ലാം. മനുഷ്യൻ എന്തൊക്കെയോ ചെയ്യുന്നു. കൊതുക് നിവാരണം, ഈച്ച നിവാരണം. വല്ല കുറവുണ്ടോ ഈ രണ്ട് ജീവികൾക്ക്? ലോഷനിട്ട് തറ തുടച്ചാൽ മതി. ഹിറ്റ്, പിറ്റ് എന്തൊക്കെയോ ഉണ്ട്. ലക്ഷ്മൺ രേഖ, പാറ്റയെ ഒഴിവാക്കാൻ. മറികടന്നാൽ മരണം. എന്തൊക്കെ പരിപാടികളാണ്. എന്നാൽ ഈ ക്ഷുദ്രജീവികളുടെ എണ്ണത്തിന് വല്ല കുറവും സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കുറെ കഴിയുമ്പോൾ ഇവയൊക്കെ നശിപ്പിച്ച് നമുക്ക് മടുപ്പ് തോന്നും. നമ്മുടെ വീട്ടിലുള്ളതല്ലേ, ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. എന്താ, പൂർണ്ണമായി അതിനെ നശിപ്പിക്കാൻ സാധിക്കുന്നില്ല. കാരണം ലക്ഷക്കണക്കിന് കോടിക്കണക്കിനാണ് ഇവ മുട്ടകൾ ഇടുന്നത്. ഈ ക്ഷുദ്രജീവികളുടെ എത്ര കണ്ട് ഈ ജീവികളുടെ ആകൃതി ചെറുതായി വരുമോ അത്ര കണ്ട് കൂടുതൽ അവ മുട്ടയിടും. ഇതാണ് നിയമം. വലിയ വലിയ ജീവികൾ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ രണ്ട് കുഞ്ഞ്. ആനയൊക്കെ നോക്കൂ, ഇരട്ട കുട്ടികളെന്നുള്ളത് ചരിത്രത്തിലേ ഉണ്ടാവില്ല. ഒറ്റ കുട്ടി, ഒരു പ്രസവത്തിൽ ഒരു കുട്ടി. ജീവികളുടെ ആകൃതി ചെറുതാകും തോറും കൂടുതൽ വരും.
പന്നി, പൂച്ച, പട്ടി 4, 5, 6 ഈച്ചയും കൊതുകൊക്കെ ആണെങ്കിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിനാണ് മുട്ടകൾ. പാറ്റ എന്താ? പ്രകൃതി അറിഞ്ഞു കൊടുത്തതാണ്. കാരണം അല്ലെങ്കിൽ അതിന്റെ വംശം കുറ്റിയേറ്റു പോകും. പാറ്റയും എലിയും ഒക്കെ 1, 2 മുട്ടയെ മാത്രമേ ഇടുന്നുള്ളൂ എങ്കിൽ അത് ഏതെങ്കിലും ജീവികളുടെ ഭക്ഷണമായി തീരും. പിന്നെ കൊതുക്, ഈച്ചയൊന്നും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവില്ല. അപ്പൊ പ്രകൃതിയുടെ സന്തുലനത്തിന് എല്ലാം ആവശ്യമാണ്. രക്തദാതാക്കളും വേണം, രക്തം കുടിയന്മാരും വേണം, രക്തരക്ഷസുകളും വേണം. ഇതൊരു ബാലൻസ് ആണ്. ത്രാസിന്റെ 2 തട്ട് പോലെയാണ്. നല്ലതുണ്ടെങ്കിൽ അതിന്റെ നേരെതിരെ മോശപ്പെട്ടതും കാണും. ദുഷ്ടനുണ്ടെങ്കിൽ ശിഷ്ടനും കാണും, ഭക്തനുണ്ടെങ്കിൽ അഭക്തനും കാണും, ജ്ഞാനി ഉണ്ടെങ്കിൽ അജ്ഞാനിയും കാണും. എന്തിനാ ഈ രണ്ടെണ്ണം ഉണ്ടെങ്കിലേ ഇത് ബാലൻസ് ചെയ്ത് പോകുന്നതാണ്. അപ്പൊ ഇവിടെ ഈ നളികയുടെ ഉള്ളിൽ തുരന്ന് അകത്ത് പ്രവേശിച്ച ഒരു കൃമി, ഒരു പുഴുവോ അതുപോലുള്ള ഒരു ക്ഷുദ്രജീവിയോ അകത്തുള്ള ഈ കൊഴുപ്പേറിയ ദ്രാവകത്തിൽ പതിച്ച് അനങ്ങാൻ പറ്റാതെ അവിടെ ഇരുന്ന് മരിക്കും. ഇതുപോലെ വിഷയങ്ങളിൽ ചെന്ന് തലവെച്ചു കൊടുക്കുന്നു അജ്ഞാനികളായ ജീവന്മാർ. ആ വിഷയസുഖങ്ങൾ അവരുടെ നാശത്തിനായി കൊണ്ടുപോയിക്കുന്നു. അവർക്ക് അതിൽ നിന്നൊരു തിരിച്ചുവരവ് സാധിക്കുന്നില്ല. നളികൈക്കഴുക്ക് വന്ന നാശമന നാടി. ഈ കാര്യം നല്ലപോലെ വിചാരം ചെയ്യുക. മനുഷ്യൻ ഇന്ദ്രിയ സുഖങ്ങളെ അല്ലെങ്കിൽ ഇന്ദ്രിയ പദാർത്ഥങ്ങളെ ആശ്രയിക്കുന്നത് കൊണ്ട് അവന് മോചനമാണോ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അവൻ ബദ്ധനായി തീരുകയാണോ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെ നല്ലപോലെ വിചാരം ചെയ്ത് ഉള്ളിലൊരു വ്യക്തത ഉണ്ടാവുമ്പോൾ നാടി തെളിയ വിചാരം ചെയ്യുന്തോറുമാണ് നമുക്ക് വ്യക്തത ഉണ്ടാവുന്നത്. ബുദ്ധിക്കാണെങ്കിലും മനസ്സിലാണെങ്കിലും വിവേകം വേണം. ആ വിവേകം കലർന്ന ബുദ്ധി കൊണ്ട് വിചാരം ചെയ്താണ് നമുക്ക് ഉപദ്രവകാരികളായവയൊക്കെ നാം നീക്കുന്നത്, അകറ്റുന്നത്. നാടി തെളിയ ഇതെല്ലാം പോവും. ഏതൊക്കെ നമ്മ കുഴപ്പത്തിൽ ചാടിച്ചിരിക്കുന്നോ അത് മുഴുവൻ നല്ലപോലെ വിചാരം ചെയ്താൽ അവയൊക്കെ ഉപേക്ഷിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാകും. അങ്ങനെ അവയെല്ലാം നമ്മ വിട്ട് അകന്നു പോകും. തെളിയപ്പോ അറ്റിവൈ ഐന്തും, ഇവ ഐന്തും അറ്റ്, ഈ 5ഉം ഇല്ലാതെയാവും. എന്താണ് 5? പഞ്ച ഇന്ദ്രിയങ്ങൾ. ആ ഇന്ദ്രിയങ്ങളുടെ 5 വിഷയങ്ങൾ: ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഇതിൽ ഓരോന്നിനെ ആശ്രയിച്ച് തന്നെ ഓരോ ജീവി നാശത്തിലേക്ക് പോകുന്നു. നമ്മൾ വേദചൂടാമണിയിൽ വായിച്ചാണ്. പതംഗ, മാതംഗ, കുരംഗ, ഭൃംഗ, മീനാഹ. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം, ഒന്ന് ഓർമ്മിക്കാം. ശബ്ദത്തിൽ ആകൃഷ്ടമായി തന്നെ സ്വയം അപകടത്തിൽ ചാടിക്കുന്നത് മാനാണ്. കാട്ടിലെ കാട്ടാളന്മാരോ അല്ലെങ്കിൽ നാട്ടാളന്മാരോ വല വിരിച്ച് ചെണ്ടയോ അതുപോലുള്ള വാദ്യോപകരണങ്ങളൊക്കെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കും. അതുകൊണ്ട് ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഈ മാനുകൾക്ക് ശബ്ദത്തിൽ വലിയ ആകർഷണമാണ്. ഇതെവിടെ നിന്ന് വരുന്നു എന്ന് പറഞ്ഞിട്ട് ചെവി ഉയർത്തി ഇങ്ങനെ ശ്രദ്ധിക്കും. എന്നിട്ട് ആ ശബ്ദം വരുന്ന ദിക്കിലേക്ക് പതുക്കെ നടന്നു നീങ്ങും. അപ്പോഴാണ് ഇവ വലയ്ക്കകത്ത് പെടുന്നത്. അപ്പോൾ ശബ്ദത്തിനടിമയായിട്ടാണ് മാൻ തൻ്റെ ജീവിതത്തെ അപകടത്തിലാക്കുന്നത്. സ്പർശത്തെ ആശ്രയിച്ച് നശിക്കുന്നത് ഏതാ? കാട്ടാന, കൊമ്പനാന. മെരുക്കിയെടുത്ത ഒരു പിടിയാനയെയാണ് കൊമ്പനാനയെ പിടിക്കാനായിട്ട് മനുഷ്യൻ അയക്കുന്നത്. ഈ പിടിയാന ചെന്ന് ആ കൊമ്പനാനയുടെ പുറത്ത് ഇങ്ങനെ ചേർന്ന് മുട്ടി ഉരുമ്മി നടക്കും. അപ്പൊ അത് കൊമ്പനാനയ്ക്ക് വലിയ രസകരമായിട്ട് തോന്നും, ആ സ്പർശ സുഖം. അങ്ങനെ അതിനെ പതുക്കെ ആകർഷിച്ച് കൊണ്ടുവന്ന് വാരിക്കുഴിയിൽ വീഴ്ത്തും. ഈ പിടിയാന ആ കുഴിയിൽ വീഴാതെ രക്ഷപ്പെടുകയും ചെയ്യും, കൊമ്പന് കുഴിക്കകത്ത് വീഴ്ത്തുകയും ചെയ്യും. അപ്പൊ ആ സ്പർശ സുഖത്തിന് അടിമയായത് കൊണ്ടല്ലേ കാട്ടിലെ രാജാവായി ജീവിച്ചിരുന്ന കൊമ്പനാന മനുഷ്യന്റെ അടിമയായി തീരുന്നത്. അപ്പോ സ്പർശത്തിന്റെ അടിമ ആന. ഇനി രൂപത്തിന്റെ അടിമ പതംഗം എന്ന് പറഞ്ഞാൽ ഈ വിളക്കിലും മറ്റും വന്നിരിക്കുന്ന ഈ നിശാശലഭങ്ങൾ എന്നൊക്കെ പറയില്ലേ, ചെറിയ ചെറിയ പ്രാണികൾ. വിളക്കൊക്കെ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ തീ കണ്ടാൽ അതെന്തോ ഭക്ഷിക്കാനുള്ളതാണ് എന്നാണ് അവരുടെ വിചാരം. പാഞ്ഞു വന്ന് ഈ തീയിൽ വന്ന് വീഴുകയാണ്, എന്നിട്ട് കത്തിച്ചാമ്പലാവുകയും ചെയ്യും. രൂപം, പ്രകാശം, അതിലെ ആകൃഷ്ടരായി നശിക്കുന്നവയാണ് പതംഗങ്ങൾ, ചെറിയ ചെറിയ പ്രാണികൾ, വിളക്കിന് ചുറ്റും പാറി നടക്കുന്ന പ്രാണികൾ. ഇനി രസം, നാവ്, രുചി. രുചിക്കടിമയാകുന്നത് മത്സ്യമാണ്.
അതുകൊണ്ടാണല്ലോ ചൂണ്ടയിൽ എന്തെങ്കിലും ഭക്ഷിക്കാനുള്ള സാധനങ്ങൾ കൊരുത്തിട്ടിട്ട് വെള്ളത്തിൽ ഇങ്ങനെ ഇടുമ്പോൾ ഈ ഭക്ഷിക്കാനുള്ള കൊതി കൊണ്ട് ഈ മത്സ്യം വന്നിട്ട് അതിനെ വെട്ടി വിഴുങ്ങുകയാണ്. അപ്പൊ ഏത് കൊളുത്തിലാണോ ഈ ഭക്ഷണ ശകലം കൊരുത്തിട്ടിരിക്കുന്നത് ആ കൊളുത്തോടുകൂടി വെട്ടി വിഴുങ്ങുകയാണ്. അപ്പൊ അത് ഇതിന്റെ തൊണ്ടയിൽ കുരുങ്ങും. അങ്ങനെ അതിനെ പുറത്തേക്ക് വലിച്ചെടുക്കുമ്പോൾ ആ ചൂണ്ടയോടൊപ്പം ആ മത്സ്യവും മനുഷ്യന്റെ കയ്യിൽ വരും. അങ്ങനെ നശിക്കുന്നു രസത്തിനടിമയായി മത്സ്യം. ഇനി ഗന്ധത്തിനടിമയായി നശിക്കുന്ന എന്താ? വണ്ട് അല്ലെങ്കിൽ തേനീച്ച. പൊതുവെ നമുക്ക് ഷഡ്പദങ്ങൾ എന്ന് പറയാം. പൂവിന്റെ ആ ഗന്ധത്തിൽ ആകൃഷ്ടരായി അതോടൊപ്പം അതിൽ തേൻ കുടിക്കണം എന്നുള്ള ഉദ്ദേശമുണ്ട്. പക്ഷേ ഈ പൂവിന്റെ സൗരഭ്യത്തിൽ ആകൃഷ്ടരായിട്ടാണ് ദൂരെ പറന്നു നടക്കുന്ന വണ്ടുകൾ പൂവിന്റെ അടുത്തേക്ക് എത്തുന്നത്. ഇങ്ങനെ അടുത്ത് വന്ന് എത്തി ഈ പൂവിന്റെ പുറത്ത് വന്നിരിക്കുകയും ആ പൂവിന്റെ ചില ജീവികളൊക്കെ ഈ ഷഡ്പദങ്ങളെ ഭക്ഷിക്കുന്ന ചെടികളുണ്ട്. 4 ഭാഗത്തു നിന്നും അത് വന്ന് മൂടിക്കളയും. അതിൽ കൂർത്ത മുള്ളുകൾ പോലുള്ള ഭാഗം ഉണ്ടാകും. അത് ഇതിന്റെ ശരീരത്തിൽ കൊണ്ടുകയറും. മാംസഭുക്കുകളായ സസ്യങ്ങളുണ്ടാകും. അപ്പൊ ഗന്ധത്തിനടിമയായി ഷഡ്പദങ്ങൾ മരണത്തെ പ്രാപിക്കുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ രസത്തിനെയും നമുക്ക് കൊണ്ടുവരാം. ഈ തേൻ കുടിക്കുന്ന ആ രസത്തില് സ്വയം മറന്ന് അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു ജീവിയുടെ ഇരയാവുന്നത്. ആ സുഖം ആസ്വദിക്കുന്നതിന്റെ ഇടയ്ക്ക് മരണം തന്നെ പിടികൂടുന്നത് ഈ ജീവികൾ അറിയുന്നില്ല. ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങളിൽ ഓരോന്നും ഓരോ ജീവിയുടെ നാശത്തിന് കാരണമാകുന്നുവെങ്കിൽ ഈ 5 ഇന്ദ്രിയങ്ങളും ഒരുമിച്ചുള്ള മനുഷ്യന്റെ കഥ പറയണോന്നാണ്. ഇവയൊക്കെ ഓരോന്നിനെ ആശ്രയിച്ചത് കൊണ്ട് മാത്രം ജീവിതത്തെ നശിപ്പിക്കുന്നവരാണ്, മരണത്തിലേക്ക് പായുന്നവരാണ്. അതുകൊണ്ട് ഇന്ദ്രിയ നിഗ്രഹം നേടുക തന്നെ വേണം. ലോക വിഷയങ്ങളിൽ ആശയുണ്ടായി ഇന്ദ്രിയങ്ങൾ വഴി ലഭിച്ചനുഭവിക്കുന്ന സുഖം അല്പകാല സ്ഥിതമത്രേ. ഇങ്ങനെ ഭോഗാശയാൽ ലഭിക്കുന്ന സുഖമെല്ലാം ക്ഷണികമാകയാൽ അവ ആസേവ്യങ്ങളല്ല എന്ന് പറഞ്ഞാൽ ആശ്രയിക്കത്തക്കവയല്ല. ഈ ഭോഗാശ തീരെ അടങ്ങുന്ന പക്ഷം നിർവിഷയാനന്ദം ലഭ്യമാകുന്നു. നിർവിഷയാനന്ദം എന്ന് പറഞ്ഞാൽ വിഷയസ്പർശമില്ലാത്ത ബ്രഹ്മാനന്ദം അല്ലെങ്കിൽ ആത്മാനന്ദം. ആശാനാശം തന്നെയാണ് മഹാനന്ദം എന്ന് ധരിച്ചുകൊള്ളണം. സംഘത്യാഗം, ആഗ്രഹത്യാഗം അത് തന്നെയാണ് ആനന്ദം. മുളക്കുഴൽ ദ്വാരത്തിലൂടെ നെയ്യൊഴിച്ച് ക്രമേണ ആ ദ്വാരങ്ങൾ അടഞ്ഞ് അത് അഥവാ ആ മുളക്കുഴൽ ഉപയോഗശൂന്യമാകുന്നത് പോലെ തുടർന്നുള്ള ഭോഗാശ നമ്മെ നാശത്തിൽ ചാടിക്കുമെന്ന് വിവേകത്താൽ അറിഞ്ഞ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ വിഷയഭുക്തിയിൽ നിന്ന് പിൻവലിച്ച് മനസ്സിൽ ലയിപ്പിച്ച് ആ മനസ്സും മനനത്താൽ ആത്മാവിൽ ലയിപ്പിച്ചാൽ വീണ്ടും ആ ഇന്ദ്രിയങ്ങൾ മുഖേനയുള്ള ദുഃഖത്തിൽ നമുക്ക് തപിക്കാൻ ഇടയാവുകയില്ല. ഇതിൽ ആ കൃമിയുടെ കാര്യം ഒന്നും പറയുന്നില്ല. എണ്ണയും നെയ്യും ഒക്കെ കുറെ കാലം ഒഴിച്ച് അതിന്റെ ദ്വാരം അടഞ്ഞു പോകുന്നു. അതുപോലെ ഇന്ദ്രിയ വിഷയങ്ങളെ അനുഭവിച്ച് ഇന്ദ്രിയങ്ങളുടെ തേജസ് നഷ്ടമാകുന്നു. അവസാനം ഈ സുഖങ്ങൾ അനുഭവിക്കാൻ പറ്റാത്ത ഒരു ഘട്ടം എത്തുന്നു. അപ്പോൾ നിരാശയായിരിക്കും നമ്മുടെ ഉള്ളിൽ ബാക്കി ഉണ്ടാവുക എന്ന അർത്ഥമാണ് ഇതിനകത്ത് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിനേക്കാളും കുറച്ചുകൂടെ നല്ല ഒരർത്ഥം ഈ തമിഴ് വ്യാഖ്യാനത്തിലുള്ളതാണ്. ആ ഒരു കൃമി തുരന്ന് അകത്ത് കയറിയിട്ട് ഇതിനകത്തുള്ള ആ കൊഴുപ്പുള്ള ദ്രാവകത്തിൽ, അത് നെയ്യോ തേനോ എണ്ണയോ എന്ത് തന്നെയായാലും അതിൽ കുടുങ്ങി മരിച്ചു പോകുന്നു. ഇതുപോലെ വിഷയങ്ങളിലേക്ക് മനുഷ്യൻ തൻ്റെ മനസ്സിനെ വ്യാപരിപ്പിച്ച് അതിലുള്ള സുഖം അനുഭവിക്കാമെന്ന് കരുതി അവസാനം അതിനടിമയായിത്തീരുന്നു. അങ്ങനെ തൻ്റെ നാശത്തെ ക്ഷണിച്ചു വരുത്തുന്നു. കൂടാതെ ശാശ്വതമായ ആനന്ദത്തിൽ നമുക്ക് രമിക്കുകയും ചെയ്യാം. ഈ ആത്മാനന്ദം നിരപേക്ഷമായ ആനന്ദമായതുകൊണ്ട്, മറ്റൊന്നിനെയും ആശ്രയിക്കാത്ത സുഖമായതുകൊണ്ട് അതിന് കൂടുതൽ കുറവില്ല, നഷ്ടമാകുമെന്നുള്ള പേടിയും വേണ്ട. പുറമേ ഉള്ള ഒന്നാണെങ്കിൽ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും തമ്മിലുള്ള സമ്പർക്കം കൊണ്ട് അനുഭവിക്കപ്പെടുന്ന സുഖങ്ങൾക്കുള്ള ദോഷം, ആ സമ്പർക്കം ഇല്ലാതാകുമ്പോൾ സുഖമില്ലാതെയാവും. ഞാനൊരു വസ്തുവിനെ കണ്ട് രസിക്കുകയാണ്, എൻ്റെ കണ്ണിന്റെ കാഴ്ചശക്തി പോയാൽ പിന്നെ എങ്ങനെ കണ്ട് രസിക്കാൻ പറ്റും? കേട്ട് രസിക്കുന്നവർക്ക് ശ്രവണശക്തി നഷ്ടമായാൽ പിന്നെ ആ കേട്ടിട്ടുള്ള രസമില്ല. ഇതുപോലെ തന്നെ ഓരോ ഇന്ദ്രിയങ്ങളും, അതാത് ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും തമ്മിലുള്ള ബന്ധം കൊണ്ട് അനുഭവിക്കപ്പെടുന്ന സുഖം ആ സമ്പർക്കം ഇല്ലാതാവുമ്പോൾ, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ തേജസ് ഇല്ലാതെയാകുമ്പോൾ, നശിക്കുമ്പോൾ ആ സുഖത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റാതായി തീരും.
നമ്മുടെ ഉള്ളിലാണെങ്കിൽ ആ സുഖം അനുഭവിക്കണം എന്നുള്ള അമിതമായ ആർത്തിയുമുണ്ട്. എന്താ? അത് തന്നെയാണ് നരകം. നമുക്ക് അനുഭവിക്കാനുള്ളവയൊക്കെ നമ്മുടെ കൺമുമ്പിലുണ്ട്, കൈയെത്തുന്ന ദൂരത്തിലുണ്ട്. പക്ഷെ ഒന്നും അനുഭവിക്കാനുള്ള ത്രാണി ഇന്ദ്രിയങ്ങൾക്കുമില്ല, ശരീരത്തിനുമില്ല. ഇനി വേറൊരു നരകം നമ്മൾ അനുഭവിക്കേണ്ട കാര്യമുണ്ടോ? ഡയബറ്റീസുകാരൻ്റെ മുമ്പിൽ മധുര പലഹാരം കൊണ്ട് വെക്കുന്നത് പോലെയാണ്. എടുത്താൽ കൊള്ളാമെന്ന് തോന്നും, പക്ഷെ എടുത്താൽ ഡോക്ടർ പറഞ്ഞിരിക്കണം ഇപ്പൊ തന്നെ ഷുഗർ കൂടുതലാണ്, പഞ്ചസാര കഴിക്കരുതെന്നല്ല, പഞ്ചസാരയെ നോക്കുക പോലും ചെയ്യരുത്, ഷുഗർ കൂടുന്ന. അങ്ങനെയുള്ള ഒരാളുടെ മുമ്പിൽ ഇത് കൊണ്ട് വെക്കുകയും ബാക്കിയുള്ളവർ അതെടുത്ത് ഇങ്ങനെ കടിച്ച് പതുക്കെ പതുക്കെ അത് ആസ്വദിച്ച് കഴിക്കുമ്പോൾ ഇവന്റെ ഉള്ളിൽ എന്തായിരിക്കും? അതാണ് നരകയാതന എന്ന് പറയുന്നത്. അല്ലാതെ ഇനി നരകത്തൊന്നും പോണ്ട. വിഷയങ്ങൾ ഇന്ദ്രിയങ്ങളുടെ മുമ്പിൽ ഇരിക്കുകയും നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ആ അനുഭവമാണ് നരകം. നരകം അത് തന്നെയാണ്. അടുത്ത പദ്യത്തിലേക്ക് കിടക്കാം. ഉദയം തൊഴ പോവാർക്കുള്ളും പുറമ്പും പുതയ ഒളി വീശുമാ പോലെ പതിമോഹി തീക്കാട്ടിലെ കൊടുക്ക ശെன்றവാ കണ്ടക്കാൽ താക്കാതതன்றോ തവം. ഉദയം തൊഴ പോവാർക്ക്, ഉദയത്തെ തൊഴാൻ പോകുന്നവർക്ക്. എന്തിന്റെ ഉദയം? സൂര്യോദയം. അതിരാവിലെ ഉദയസൂര്യനെ വന്ദിക്കാൻ, തൊഴാൻ, അർച്ചിക്കാൻ, ഉപാസിക്കാൻ പോകുന്നവർക്ക് എന്താ അനുഭവം? ഉള്ളും പുറമ്പും പുതയ ഒളി വീശുമാ പോലെ. ആ സൂര്യകിരണങ്ങൾ അവരുടെ ശരീരത്തിൽ നേരിട്ട് പതിക്കുന്നത് കൊണ്ട് പുറമേയും ഇരുട്ടില്ല. ഈ സൂര്യദേവനെ ഉപാസിക്കുന്നത് കൊണ്ട് ഉള്ളിൽ പ്രകാശം നിറയുന്നു. അതുകൊണ്ട് ഉള്ളിലുള്ള അജ്ഞാനമാകുന്ന ഇരുട്ടും ഇല്ലാതെയാകും. അതാണ് ഉദയസൂര്യനെ ഉപാസിക്കുന്നവർക്കുണ്ടാകുന്ന ഡബിൾ ബെനിഫിറ്റ്. അകത്തെ ഇരുട്ടും പോകുന്നു, പുറത്തെ ഇരുട്ടും പോകുന്നു. ഉദയം തൊഴ പോവാർക്ക് ഉള്ളും പുറമ്പും പുതയ എന്ന് പറഞ്ഞാൽ മുക്കുന്ന രീതിയിൽ പ്രകാശ പ്രളയത്തിൽ മുങ്ങിപ്പോവുകയാണ്. ആര്? സൂര്യോപാസകന്മാർ. അവരുടെ അകത്തുള്ള ഇരുട്ടും പുറത്തുള്ള ഇരുട്ടും നീങ്ങുന്നു. ഒളി വീശുമാ പോലെ, എല്ലായിടത്തും പ്രകാശം നിറയുന്നത് പോലെ. അടുത്ത ഉദാഹരണം എന്താ? പതിമോഹി തീക്കാട്ടിലെ കൊടുക്ക ശെன்றവ കണ്ടക്കാൽ താക്കാതതன்றോ തവം. ഇത് ഒരു ഉദാഹരണം. സൂര്യനെ ഉപാസിക്കുന്നവരുടെ അകത്തും പുറത്തുമുള്ള അന്ധകാരം ഇല്ലാതാവുന്നു. ഇനി അടുത്തതാര? പതിമോഹി. പതി എന്ന് പറഞ്ഞാൽ ഭർത്താവ്, മോഹി എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക. ഭർത്താവിനെ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന പതിവ്രതയായ ഒരു സ്ത്രീ. ആ പതിവ്രതയാണ് പതിമോഹി എന്ന് പറയുന്നത്. പതിവ്രത എന്ത് ചെയ്യുന്നു? ഭർത്താവ് മരിക്കുമ്പോൾ എല്ലാറ്റിനെയും ഉപേക്ഷിച്ച് തന്റെ ശരീരത്തെ പോലും ഇനി നിലനിർത്തേണ്ട കാര്യമില്ല എന്ന് കരുതി ഭർത്താവിന്റെ ചിതയിൽ ചാടി തന്റെ ശരീരത്തെയും നശിപ്പിക്കുന്നത് പോലെ. അങ്ങനെയുള്ളവർ പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ പിടിച്ചു തള്ളിയാലും വീഴില്ല, ചിലപ്പോൾ അടിയും കിട്ടും തള്ളിയാലും. ആ ആചാരം ശരിയാണോ തെറ്റാണോ എന്നുള്ള അംശത്തിലേക്ക് നമ്മൾ കിടക്കുന്നില്ല. ഒരു സ്ത്രീക്ക് അങ്ങനെ തോന്നുന്നു, തന്റെ ഭർത്താവ് മരിച്ചു, ഭർത്താവില്ലാത്ത ഒരു ജീവിതം തനിക്ക് വേണ്ട, ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് അവര് സന്തോഷത്തോടുകൂടെ ആ ചിതയിൽ ചാടാൻ തയ്യാറാണെങ്കിൽ അവര് തടയുന്നത് അധർമ്മമാണ്. അവരെ ആ കൃത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതാണ് അധർമ്മം. അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ നമ്മളൊക്കെ കൂട്ടുനിൽക്കാമോ? അവരെ പിടിച്ചു മാറ്റണ്ടേ? അവർക്കില്ലാത്ത ഒരു ആഗ്രഹമോ ഒരു ധർമ്മബോധമോ നിങ്ങൾക്ക് എന്തിനാണ്? അല്ല, അങ്ങനെ മരിക്കുന്നത് ശരിയല്ലല്ലോ. സ്വയം തീയിൽ ചാടി മരിക്കുക, സതി എന്നൊരു ആചാരം ഉണ്ടായിരുന്നില്ല. അത് ആചാരമല്ല, അനാചാരം എന്ന് കണ്ടതുകൊണ്ടാണ് രാജാറാം മോഹൻ റായ് അത് ബാൻ ചെയ്തത്, സതി നിർത്തലാക്കി. വില്യം ബെന്റിക് പ്രഭുവിന്റെ കാലത്താണ്. ഹിസ്റ്ററിയിൽ ആകപ്പാടെ ഓർമ്മയുള്ള 1-2 കാര്യങ്ങളാണ്, ബാക്കിയുള്ളതൊക്കെ പോയി. ആ പതിമോഹി, പതിവ്രത എല്ലാം ഉപേക്ഷിച്ച് തീ കാട്ടിലെ കൊടുക്ക തന്നെ അഗ്നിക്ക് സമർപ്പിക്കാൻ വേണ്ടി ആ ശ്മശാനത്തിൽ തയ്യാറാകുന്നുവല്ലോ. എന്തിനാ ഈ ഉദാഹരണം പറയുന്നത്? തീ കാട്ടിലെ കൊടുക്ക ശെன்றവ, അതിന് തയ്യാറായി ശ്മശാനത്തിലേക്ക് സന്തോഷത്തോടു കൂടി ആ സ്ത്രീ യാത്രയാകുന്നത് പോലെ കണ്ടക്കാൽ താക്കാതതன்றോ തവം. കാണുമ്പോൾ, കണ്ടക്കാൽ എന്ന് പറഞ്ഞാൽ വേണ്ടവണ്ണം വീക്ഷിക്കുമ്പോൾ, കാണുമ്പോൾ, പരിഗണിക്കുമ്പോൾ, താക്കാതതன்றോ തവം, ഒന്നുമായും ബന്ധമില്ലാതെ ഇരിക്കുന്നതല്ലേ ശരിക്കുള്ള തപസ്. നിസ്സംഗതയാണ് ഏറ്റവും വലിയ തപസ്. നിസ്സംഗതയെ തന്നെയാണ് നമ്മൾ സന്യാസം എന്ന് പറയുന്നത്.
സന്യാസത്തെക്കാളും വലിയ ഒരു തപസ്സില്ല. അവസാനത്തെ ആശ്രമമാണ്, ചതുർത്ഥാശ്രമമാണ്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. എന്താ ആ പാകത ഓരോ ആശ്രമത്തിലും കൂടി വരണം എന്നാണ്. ബ്രഹ്മചര്യം, ആ ബ്രഹ്മചര്യത്തിന് ഒരു അഴകും മികവും അതിനെ ഒന്ന് ക്രമീകരിക്കാനും ഒക്കെ വേണ്ടിയാണ് ഒരാൾ ഗൃഹസ്ഥ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെ ഇരുന്ന് പാകപ്പെട്ട് അതിനുശേഷമാണ് തൻ്റെ പത്നിയോടുകൂടി കുട്ടികളെ, കുടുംബത്തിന്റെ ഭാരമൊക്കെ ഏൽപ്പിച്ചിട്ട് ഇവര് രണ്ടുപേരും കൂടെ പുറത്തു കടന്ന് വാനപ്രസ്ഥരായി കഴിയുന്നത്. ആ വാനപ്രസ്ഥത്തിൽ ഇരിക്കവേ പാകത വന്ന് ശരീരങ്ങളിലുള്ള ആഗ്രഹമില്ലാതെ, ചെറുപ്പത്തിലുള്ളതുപോലെ ജീവിക്കാതെ, പരസ്പര ആകർഷണത്തിനൊക്കെ ഒരു ശമനം വന്ന്, അതാണ് പാകപ്പെടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പാകത വന്ന് രണ്ടുപേരും ഒരേ സമയത്ത് നല്ലപോലെ പാകത നേടി നിസ്സംഗരായി കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ മരിച്ചുപോയാൽ മറ്റേ ആൾക്ക് സന്യാസാശ്രമത്തിലേക്ക് കടക്കാം. സാധാരണ സ്ത്രീകൾക്ക് സന്യാസം വിധിച്ചിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട്. അതിനോട് എനിക്ക് യോജിപ്പില്ല. ഈ നിസ്സംഗത എന്ന് പറയുന്നത് പുരുഷന്മാരുടെ കുത്തകയാണ്. എന്താ സ്ത്രീകൾക്ക് നിസ്സംഗരായാൽ എന്താ? അല്ല, അവർക്ക് അതിനുള്ള പാകതയില്ല. ഒരാൾക്ക് പാകത ഉണ്ടെന്ന് കരുതും. അങ്ങനെയുള്ള ഒരു സ്ത്രീ സന്യസിച്ചാൽ എന്താ? സന്യാസിനിമാരും ഉണ്ടല്ലോ നമ്മുടെ ഭാരതത്തിൽ, ഇല്ലേ? എത്ര സന്യാസിനിമാരുണ്ട്. അപ്പൊ ഈ ആശ്രമങ്ങളൊന്നും പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. പാകതയുണ്ടെങ്കിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ആർക്കും ഏതാശ്രമത്തിലും പ്രവേശിക്കാം. അപ്പോ താക്കാതെ തன்றോ തവം, ഒന്നുമായും ബന്ധപ്പെടാതെ ഇരിക്കുക, ഉള്ളുകൊണ്ട് ഒന്നുമായിട്ടും ഒട്ടാതെ ഇരിക്കുന്നതല്ലേ ശരിക്കുള്ള തപസ്, ശരിക്കുള്ള ത്യാഗം, ശരിക്കുള്ള സന്യാസം. മനസ്സ് ജ്ഞാനപ്രകാശം കൊണ്ട് നിറയണം. അതിനെയാണ് ആ സൂര്യനെ നമസ്കരിക്കാൻ പോകുന്ന ആൾക്കാരുടെ ഉദാഹരണം പറഞ്ഞത്. എന്തിനേയും ഉപേക്ഷിക്കാൻ തയ്യാറാകണം. ആ ത്യാഗ മനോഭാവത്തെയാണ് ഈ പതിവ്രതയുടെ ചിതയിൽ, പതിവ്രത ഭർത്താവിന്റെ ചിതയിൽ സന്തോഷത്തോടുകൂടി പ്രവേശിക്കുന്നതിനെ ഉദാഹരണമാക്കി പറയുന്നു. എന്തിനേയും എപ്പോ വേണമെങ്കിലും വിടാൻ കഴിയണം. വിടണം എന്നല്ല പറയുന്നത്, വിടാൻ ഉള്ള തയ്യാറെടുപ്പോടുകൂടെ കഴിയണം. അതെപ്പോ പറ്റും? നിസ്സംഗതയുണ്ടെങ്കിലേ പറ്റൂ. ഈ മനസ്സിൽ നിസ്സംഗതയുണ്ടെങ്കിലേ പുറമേ ത്യജിക്കണമെന്ന് തന്നെ നിർബന്ധമില്ല. അതും മനസ്സിലാക്കണം. എപ്പോ വേണമെങ്കിലും എന്തിനെ വേണമെങ്കിലും വിട്ടുപോകാൻ എനിക്ക് ഒരു മടിയുമില്ല എന്നൊരു ഉറപ്പ് നമുക്കുണ്ടാവും. ആ ഉറപ്പുണ്ടെങ്കിൽ ഒന്നിനെയും ബാഹ്യമായി ത്യജിക്കേണ്ട കാര്യം തന്നെയില്ല. പിന്നെ ഇതിനകത്ത് സ്വയം പറ്റിക്കരുത്. ഞാൻ നിസ്സംഗനായി കഴിഞ്ഞു, എന്തിനു വേണമെങ്കിലും എനിക്ക് എപ്പോ വേണമെങ്കിലും വിടാം. പക്ഷേ ഏതെങ്കിലും ഒരു തരത്തിലുള്ള വിയോഗമോ നഷ്ടമോ സംഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പാകപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാം. നമ്മുടെ മനസ്സ് പല രീതിയിലും നമ്മെ പറ്റി, പല തരത്തിലും പറ്റി. ജ്ഞാനിയായി എന്നൊക്കെ തോന്നും. നിസ്സംഗത ഏതാണ്ടൊക്കെ നേടിക്കഴിഞ്ഞു, ഇനി കുറച്ചുകൂടെ ഉള്ളൂ. ഇപ്പോഴുള്ള സംഘമാരുടെ കുട്ടികളോടുള്ള സംഘമൊക്കെ പോയി, ഭാര്യയോടുള്ള സംഘവും പോയി. പക്ഷെ മകന്റെ മകളുണ്ട്. ആ കുഞ്ഞിനോട് അല്പം ഇഷ്ടക്കൂടുതൽ ഇപ്പോഴും ബാക്കിയുണ്ട്. കുട്ടികളോടുള്ള സ്നേഹത്തെക്കാളും ശക്തിയേറും പേരക്കുട്ടികളോടുള്ള സ്നേഹത്തിന്. ഇതൊക്കെ പ്രകൃതി രചിക്കുന്നതാണ്. ആ ഒരു ജനറേഷൻ വിട്ടിട്ട് സെക്കൻഡ് ജനറേഷൻ ഉണ്ടല്ലോ, മക്കളുടെ മക്കൾ. ഈ മക്കളുടെ മക്കളോട് അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാർക്കും എന്തെന്നില്ലാത്ത സ്നേഹവും സംഘവുമാണ്. ചിലപ്പോൾ സ്വന്തം മക്കളുമായിട്ട് മിണ്ടാട്ടം പോലും ഉണ്ടാവില്ല, കീരിപ്പമ്പ് പോലെ ആയിരിക്കും വീട്ടിൽ കഴിയുന്നത്. പക്ഷേ അവരുടെ കുട്ടികളോട് വല്ലാത്ത ഇഷ്ടമായിരിക്കും. മിക്കവാറും ഇപ്പോൾ കുട്ടികളെ ഈ കിൻഡർ ഗാർഡനിലൊക്കെ കൊണ്ടുപോകുന്നത് അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും. അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്, ഇത് ഞങ്ങളുടെ പോർട്ട്ഫോളിയോ ആണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. വേറെ ആരെങ്കിലും കൊണ്ടുപോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ദേഷ്യം വരും. നീ ആരാ കൊണ്ടുപോകാൻ? കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോകുന്ന എൻ്റെ ജോലിയാണ്. അതിൻ്റെ പേരിൽ വലിയ വഴക്ക് വരെ നടന്നു എന്ന് വരും. എന്താ? സംഘം. അച്ഛാന്നുള്ള വിളി കേൾക്കുന്നതിനേക്കാളും സന്തോഷം ഉണ്ടാക്കുന്നതാണ് അപ്പൂപ്പ അമ്മൂമ്മേ എന്നുള്ളത്. ഇവരെങ്ങനെയായിരിക്കും ഇതൊക്കെ പറയുന്നതെന്നായിരിക്കും. മക്കളും പേരക്കുട്ടിയൊന്നും ഇല്ലാതെ ഇവരെങ്ങനെയാണ് കല്യാണം പോലും കഴിച്ചിട്ടില്ല. എല്ലാം നമ്മൾ അനുഭവിച്ച് മനസ്സിലാക്കണമെന്നില്ല. ലോകത്തെ കണ്ടും നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റും. കണ്ണു തുറന്ന് നോക്കൂ ലോകത്തെ. അപ്പൊ ഈ ബന്ധങ്ങളുടെ തീവ്രതയും ആഴവും ഒക്കെ നല്ലതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുട്ടികൾക്ക് മുതിർന്നവരോടുള്ള സ്നേഹവും അതുപോലെ മുതിർന്നവർക്ക് തിരിച്ചും.
പ്രകൃതി അല്ലെങ്കിൽ മായ പലതരത്തിലും മനുഷ്യനെ വീഴ്ത്താൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഏതെങ്കിലും ഒന്നിൽ ചെന്ന് വീഴും. നമുക്ക് വേണ്ടത് പരിപൂർണമായ സംഘമോചനമാണ്. സംഘം തന്നെയാണ് ബന്ധം. സംഘമുക്തി തന്നെയാണ് ബന്ധമുക്തി അഥവാ മോക്ഷം. ബന്ധം എന്ന് പറയുന്നത് എന്താണ്? ഈ ബന്ധങ്ങളില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? ഇതൊക്കെയാണ് ആൾക്കാരുടെ ചോദ്യം. ബന്ധം എവിടെ കൊണ്ടാണ്? മനസ്തലത്തിൽ മാത്രമേ ഉള്ളൂ ബന്ധം. ഒരു ദമ്പതികൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് കുഞ്ഞിൻ്റെതായ ശരീരം, കുഞ്ഞിൻ്റെതായ മനസ്സ്, കുഞ്ഞിൻ്റെതായ ശരീര അവയവങ്ങൾ എല്ലാം വേറെ വേറെയാണ്. പിന്നെ എവിടെ കൊണ്ടാണ് ഈ ബന്ധം, പിതൃപുത്ര ബന്ധം, മാതൃപുത്ര ബന്ധം എന്ന് ചോദിച്ചാൽ മനസ്തലത്തിൽ. അതെങ്ങനെയാ പ്രവർത്തിക്കുന്നത്? എന്റെ കുഞ്ഞ്, ഈ എന്റെ, ഇതാണ് കുഴപ്പം. ഞാനും എന്റെ, ഇതല്ലാതെ ബന്ധം വേറെയില്ല. ഇത് രണ്ടുമേ ഉള്ളൂ ബന്ധമായിട്ട്. അപ്പൊ ഈ ഭാവങ്ങളെ ഉള്ളിൽ നിന്ന് കളഞ്ഞാൽ തന്നെ മുക്തനായി എന്നർത്ഥം. ഇനി വേറെ മോക്ഷത്തിന് വേണ്ടി സാധനയൊന്നും ചെയ്യണ്ട. ഉള്ളിൽ നിന്ന് ഞാൻ എൻ്റെ ഈ ഭാവങ്ങളെ ഉപേക്ഷിക്കുക. ഈ ഭാവങ്ങൾ ഉള്ളിൽ പൊന്താൻ അനുവദിക്കാതെ ഇരിക്കുക. അതൊരു സാധനയായിട്ട് സ്വീകരിച്ചോളൂ. നിങ്ങൾ അതിവേഗം മുക്തനായിരിക്കും. അല്ല, ആത്മജ്ഞാനം വേണ്ടേ? ഉപനിഷത്ത് പഠിക്കണ്ടേ? ഒന്നും വേണ്ട. സത്സംഗം വേണ്ടേ? വെറുതെ ടൈം വേസ്റ്റ്, ആവശ്യമില്ല. സത്തുമായിട്ട് സംഘം വയ്ക്കാൻ പറയുന്നത്, സത്സംഗത്തിൽ വന്നിരിക്കാൻ പറയുന്നത് ദുസ്സംഗമായ ഞാൻ എൻ്റെ ഈ ഭാവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ. അതിനു വേണ്ടിയാണ് സത്സംഗത്തിൽ വന്നിരിക്കണം എന്ന് പറയുന്നത്. അല്ലാതെ തന്നെ ഒരാൾക്ക് ഈ ഭാവങ്ങളെ ഉള്ളിൽ നിന്ന് നീക്കാൻ സാധിച്ചാൽ അയാൾക്ക് പിന്നെ വേറെ ഒന്നും ആവശ്യമില്ല. ഉപനിഷത്ത് പഠനം പോലും ആവശ്യമില്ല. ഒരു ആചാര്യനും വേണ്ട. അയാളുടെ ആചാര്യൻ, ഒരു വിവേകിക്ക് ആചാര്യൻ ആരാണെന്നറിയാമോ? ഈ പ്രപഞ്ചമാണ് ആചാര്യൻ. ഈ ലോകത്തെ നല്ലതുപോലെ കണ്ണു തുറന്ന് കാണും, പഠിക്കൂ, ഈ ലോകത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളൂ. അല്ലാതെ ഒരു മനുഷ്യ ഗുരുവിന്റെയോ മനുഷ്യ ആചാര്യന്റെയോ ആവശ്യം തന്നെ ഇല്ല. ഭാഗവതത്തിലെ അവധൂതന്റെ 24 ഗുരുക്കന്മാരുണ്ടല്ലോ, അതൊക്കെ അദ്ദേഹം ഏതെങ്കിലും ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച് പഠിച്ചതല്ല. ഈ പാഠങ്ങളൊന്നും ഓരോന്നിനെ കണ്ടു, അതിൽ നിന്ന് അദ്ദേഹത്തിന് ചില പാഠങ്ങൾ കിട്ടി. ആ പാകത ഉണ്ടായിരുന്നത് കൊണ്ട് ഓരോന്നിൽ നിന്ന് ഓരോ കാര്യങ്ങൾ അദ്ദേഹം സൂക്ഷ്മമായി ഗ്രഹിച്ചു. നമുക്ക് പറ്റുന്നില്ലല്ലോ, നമ്മൾ അവധൂതനല്ല, അദ്ദേഹത്തിന്റെ പോലുള്ള പാകതയില്ല. അതുകൊണ്ട് നമുക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. വാസ്തവത്തില് മനുഷ്യ ഗുരുവിന്റെ ആവശ്യം തന്നെ ഇല്ല. പ്രപഞ്ചമാണ് ഗുരു. നമ്മൾ ജഗദ്ഗുരു എന്നൊരു വാക്ക് പ്രയോഗിക്കും. ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യൻ. ജഗത്തിന്റെ ഗുരു എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ജഗദ്ഗുരു എന്നുള്ളതിന് വേറൊരർത്ഥം എന്താ? ജഗത്ത് തന്നെ ഗുരു. ഈ ജഗത്താണ് നമ്മുടെ ആചാര്യൻ. ആ ജഗത്തിനെ നോക്കി നമുക്ക് പലതും പഠിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹം ആചാര്യസ്ഥാനത്താണ്, അല്ലെങ്കിൽ ആ ജഗത്ത് ആചാര്യന് തുല്യമാണ്. സൂര്യോദയം തൊഴാൻ നിൽക്കുന്നവർക്ക് ഉള്ളിലും പുറമേയും എങ്ങനെ സൂര്യപ്രഭ തിങ്ങി വിങ്ങുന്നുവോ അതുപോലെ തീവ്ര വിരക്തന്റെ അകവും പുറവും നിരാശതയാകുന്ന പ്രഭ വ്യാപിച്ചു നിറയുന്നു. ഈ വാക്യം നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ വായിച്ചാൽ, തീവ്ര വിരക്തിയുള്ളവന്റെ ഉള്ളിൽ നിരാശതയോ? ഞാൻ അതാണ് പറഞ്ഞത്, മലയാളത്തിലുള്ള നിരാശയല്ല സംസ്കൃതത്തിലുള്ള നിരാശ. നിരാശ എന്ന് പറഞ്ഞാൽ ആശകൾ അറ്റിരിക്കുന്ന സ്ഥിതി, ആശകളിൽ നിന്നും മുക്തമായ ഒരു മാനസികാവസ്ഥ. അതാണ് നിരാശത. അത് വളരെ ശ്രേഷ്ഠമാണ്. അത് വേണം നാം സ്വന്തമാക്കാൻ. ആ നിരാശത പ്രകാശമാണ്. ആശയാണ് ഇരുട്ട്. നിരാശത, ആഗ്രഹമില്ലാത്ത അവസ്ഥ പ്രഭയാണ്. ആ പ്രഭ വ്യാപിച്ചു നിറയുന്നു. തന്റെ പ്രേമഭാജനമായ കാന്തൻ മരണമടയുമ്പോൾ സതി കാന്തന്റെ ചിതയിൽ ചാടി ദേഹത്യാഗം ചെയ്യുന്ന പോലെ നൈരാശ്യ പ്രഭാവത്താൽ തീവ്ര വൈരാഗി ജീവബോധത്തെ ശിവന് ഊണാക്കി ചെയ്ത്, നമുക്കൊരു മന്ത്രം തന്നെയുണ്ട്, വയം ദേവസ്യ ഭോജനം. നമ്മൾ ഭഗവാന്റെ ഊണായി മാറേണ്ടവരാണ്. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളിലെ വ്യക്തിത്വം, അഹങ്കാരം. ആ അഹങ്കാരത്തെയാണ് ഒരു തീവ്ര വൈരാഗി അല്ലെങ്കിൽ തീവ്ര വിരാഗി ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കുന്നത്. അങ്ങ് ഭക്ഷിച്ചോളൂ, എനിക്കിതിന്റെ ആവശ്യമില്ല. പക്ഷെ ഭഗവാന് സമർപ്പിക്കുന്നതിന് മുമ്പ് പരിശുദ്ധമായിക്ക് വേണം അദ്ദേഹത്തിന് കൊടുക്കാൻ, പവിത്രമാക്കണം. അതിന് ഈ അഹങ്കാരത്തിനെ അഹന്തയിൽ നിന്നും മമതയിൽ നിന്നും മുക്തമാക്കണം. അങ്ങനെ പവിത്രീകരിക്കപ്പെട്ട ശുദ്ധമായ അഹംബോധത്തെയാണ് ഈ പരമാത്മാവിന് നിവേദ്യമായിട്ട് കൊടുക്കേണ്ടത്.
നൈരാശ്യ പ്രഭാവത്താൽ തീവ്രവൈരാഗി ജീവബോധത്തെ ശിവനെ ഊണാക്കി ചെയ്ത് മറ്റൊന്നിനോടും മമത കൂടാതെ വാഴുന്നു. ഈ വാഴ്ചയാണ് ഒരു ഉത്കൃഷ്ട വിരക്തന്റെ ശ്രേഷ്ഠമായ തപസ്. വൈരാഗ്യം തന്നെ തപസ്, തപസ് തന്നെ വൈരാഗ്യം. അതുകൊണ്ട് വിരക്തനാകാൻ, ഉള്ളിന് നിസ്സംഗത വളർത്തിയെടുക്കാനായിരിക്കണം ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. ഇനിയുള്ള പദ്യങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച വഹിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.